സാധിക്കുന്നുണ്ട് എന്ന് ഈ പ്രത്യേകിച്ച് മംഗലാപുരം കർണാടകത്തിന്റെ ഈ ഭാഗങ്ങളിൽ സാധിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഈ പ്രവർത്തനമൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ വിഭിന്നമായി ഒരു ആവേശം, ഒരു താല്പര്യം ദീനീ പ്രവർത്തന മേഖലയിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അത് നിലനിർത്തുമാറാവട്ടെ. കൂടുതൽ മനോഹരമായി മുന്നോട്ട് വന്ന തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. സമയം വളരെ കുറവാണ്. ഈ ഉള്ള സമയത്തിനുള്ളിൽ നമുക്ക് വിഷയത്തിന്റെ വ്യത്യസ്തമായ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം കടന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് എഴുന്നേക്കാവോ? ഓക്കെ, ഗുഡ്, താങ്ക് യു. ഇപ്പോ നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് നിങ്ങളുടെ സുഹൃത്തിന് കൊടുക്കണം. നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് നിങ്ങളുടെ സുഹൃത്തിന് കൊടുക്കണം. നിങ്ങൾ സീറ്റ് മാറിയിരിക്കണം. ഓക്കെ, ഇരിക്കാം. എന്നിട്ടിരിക്കാം. സുഹൃത്തിന് കൊടുത്തിട്ട് വിളിച്ചിട്ട് ഇരിക്കാം. ഒരു കാര്യം കൂടി ചെയ്യണം. ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവരുത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഉള്ള ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് നന്നായി ഒന്ന് എനർജറ്റിക് ആയിട്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഒഴിവുണ്ട്, ഇവിടെ ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഓക്കെ. അത്ര അടുപ്പിക്കണ്ട. ഉള്ള കസേര ഒഴിവാൻ പാടില്ല. അതൊന്ന് ഫില്ല് ചെയ്തിരിക്കാൻ നോക്കാം. രണ്ടുപേർക്ക് മുന്നോട്ട് വരാം. ഓക്കെ. ഈ സ്ക്രീന് കാണാമോ? കാണല്ലേ? നോക്കാം. ബോധർ ചെയ്യണം. പ്രോബ്ലം. സംഘടനാ പ്രവർത്തനത്തിനെയും ലീഡർഷിപ്പിനെയും കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരീക്ഷ നടക്കുകയാണ്. ചില നരവംശ ശാസ്ത്രകാരന്മാർ നടത്തിയ വളരെ രസകരമായ ഒരു പരീക്ഷണം. ഒരു കോളേജിൽ നിങ്ങളെപ്പോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. ഒരു കോളേജിൽ ഡിഗ്രിക്കും PGക്കും പഠിക്കുന്ന ഒരു 50 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങളൊരു പരീക്ഷണത്തിന് വിധേയാക്കുക. ഒരു വെക്കേഷൻ കാലമാണ്. നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഈ വെക്കേഷനിൽ നമ്മുടെ കോളേജിലെ ഒരു റൂമിനകത്ത് വെറുതെ ഇരിക്കുക. ഒരു പണിയെടുക്കണ്ട. സ്വസ്ഥമായി നിങ്ങൾ വെറുതെ ഇരിക്കണം. എത്ര ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ ഓരോ ദിവസത്തേക്കും $200 വെച്ച് നിങ്ങൾക്ക് പ്രതിഫലം തരാം. ഈ ചെറുപ്പക്കാരൊക്കെ താല്പര്യത്തോടെ മുന്നോട്ട് വന്നു. നല്ല എനർജറ്റിക്കായ, നല്ല കഴിവുള്ള മിടുമിടുക്കന്മാരെയാണ് തെരഞ്ഞെടുത്തത്. 50 പേരാണ് ഉണ്ടത്. ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, ഒരു പണിയെടുക്കാൻ പാടില്ല, വെറുതെ ഇരിക്കണം. അവരൊക്കെ തയ്യാറായി. ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ എത്ര പേര് സന്നദ്ധമാവും? ഒന്ന് കൈവക്കാവും. വെറുതെ ഇരുന്നാൽ മതി. വെറുതെ ഇരുന്നാൽ കാശ് കിട്ടും, $, കിട്ടും. ആരും തയ്യാറല്ല. എന്നാൽ ഈ 50 പേരും തയ്യാറായി. പരീക്ഷണം തുടങ്ങി. ഒരു ഡിമാൻഡേ ഉള്ളൂ. എന്താ ഡിമാൻഡ്? പണിയെടുക്കാൻ പാടില്ല, വെറുതെ ഇരിക്കണം. ഇവര് വിചാരിച്ചു അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് നല്ല പോക്കറ്റ് മണി സ്വരൂപിക്കാൻ, നല്ല ക്യാഷ് സമ്പാദിക്കാൻ പറ്റിയ നല്ല അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും റെഡിയായി. പരീക്ഷണം തുടങ്ങി. അത്ഭുതകരമെന്ന് പറയട്ടെ, ഓരോ ദിവസം കഴിയുന്നിടത്തോളം ഓരോരുത്തരും പരീക്ഷണം മതിയാക്കിയിട്ട് പിരിഞ്ഞുപോയി, വീട്ടിലേക്ക് തിരിച്ചുപോയി. 5 ദിവസം പൂർത്തിയായപ്പോ ബാക്കിയായത് കേവലം 5 പേർ. ബാക്കി എത്ര പേര്? 45 പേരും തിരിച്ചുപോയി. ഞങ്ങൾക്ക് ഈ പരീക്ഷണത്തിന് കഴിയില്ല, ഞങ്ങൾ ഒരുക്കല്ല എന്നുകൊണ്ട് തിരിച്ചുപോയി. ഈ ശാസ്ത്രകാരന്മാർക്ക് അത്ഭുതമായി. നല്ല ചെറുപ്പക്കാർ, അവർക്ക് വെറുതെ കാശ് കൊടുത്തിട്ട് വേണ്ടേ? എന്താപ്പോ അവരെന്ത് ചെയ്യുന്നറിയോ? തിരിച്ചു വിളിച്ചു ഈ 45 പേരെ. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിഫലം കൂട്ടിത്തരാം, തയ്യാറാണോ? അവരേക സ്വരത്തിൽ പറഞ്ഞു, ഇതിന്റെ ഇരട്ടിയോ അപ്പുറമോ കിട്ടിയാൽ പോലും ഈ പരീക്ഷണത്തിൽ ഞങ്ങൾ ഒരുക്കല്ല, ഞങ്ങൾക്കതിന് സാധിക്കില്ല. ഇതിൽ നിന്ന് അവർ കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യം, ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന കഴിവ്, ശാരീരികവും മാനസികമായുള്ള കഴിവുകളിൽ, ആ കഴിവ് ഉപയോഗപ്പെടുത്തി നമ്മൾ ഇന്ന് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ചെയ്യാനുള്ള കപ്പാസിറ്റി അവനുണ്ട്. ഒരാൾക്കും വെറുതെ ഇരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതമാണ് മനുഷ്യന്. വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, നമ്മൾ ഇന്ന് ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്ക് സമയമില്ല എന്നിത്യാദി ന്യായവാദങ്ങളുടെ പുറത്തു കയറി ഈ നല്ല കാര്യങ്ങളിൽ നിന്ന് പിറകോട്ട് വരുന്ന മനുഷ്യൻ ചെയ്യുന്ന അബദ്ധമാണെന്നാണ് അവർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഈ കഴിവ്, ഈ എനർജി, ഈ നല്ല ഊർജ്ജസ്വലമായ അവസ്ഥ, എനർജറ്റിക്കായ ഈ സിറ്റുവേഷൻ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുവാൻ സന്നദ്ധമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നലില്ലാഹി തആല ഖവാമുൻ യഖ്തസും ബിനാം. വൈവിധ്യമാർന്ന ഓരോ വ്യത്യസ്തമായ കഴിവുകൾ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. മോന്റെ പേരെന്താ? ഫഹീം. സഫൂൻ. ഫഹീം, സഫ്വാൻ, നിസാം. നിസാം. ഇപ്പൊ ഇങ്ങനെ എണ്ണിയാൽ ഫഹീം, സഫ്വാൻ, നിസാം അങ്ങനെ ഓരോരുത്തരും എണ്ണിയാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുണ്ടാവുക. ഒരാൾക്ക് ഫഹീമുള്ള കഴിവാൽ ഒരു പക്ഷേ സഫ്വാൻ ഉണ്ടാവുക, സഫ്വാനുള്ള കഴിവാൽ പക്ഷേ മറ്റൊരാൾക്ക് ഉണ്ടാവുക. വൈവിധ്യമാണ്, എന്തെങ്കിലും പ്രത്യേകിച്ചൊരു കഴിവുണ്ടാവും. അതിന് സൈക്കോളജിയുടെ ഭാഷ യുണീക്ക്നെസ് എന്നാണ്. യുണീക്ക്നെസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത ഗുണങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ചിലർക്ക് പ്രസംഗിക്കാൻ, ചിലർക്ക് എഴുതാൻ, ചിലർക്ക് പാട്ടുപാടാൻ, ചിലർക്ക് ആരോഗ്യം നൽകിയിട്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി നൽകിയിട്ട്, ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശക്തി നൽകിയിട്ട്, സാമ്പത്തിക ശേഷി നൽകിയിട്ട്, അങ്ങനെ വൈവിധ്യമാർന്ന ക്വാളിറ്റി നൽകുന്നു. എന്തിനാണ് ഈ ക്വാളിറ്റി, ഈ കഴിവുകൾ എന്നറിയാമോ? അള്ളാഹുവിന്റെ നന്മയുടെ മാർഗത്തിൽ അവന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ, നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിച്ചാൽ ആ കഴിവ് അല്ലാഹു തആല നിലനിർത്തി തരും. ആ കഴിവ് അല്ലാഹു അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ, അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ കഴിവ് നമ്മിൽ നിന്ന് പിൻവലിച്ചിട്ട് വേറെ ആൾക്ക് കൊടുക്കുമെന്ന് നമ്മോട് പറഞ്ഞത് നബീന മുഹമ്മദ് മുസ്തഫ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യേണ്ടത്? ആ കഴിവുകൾ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കാൻ സന്നദ്ധമാണ്. ഒരു ഇരുമ്പിന്റെ ആയുധം, ഇരുമ്പറിയില്ല, ഇരുമ്പ് അയൺ, അതിന്റെ ആയുധം പുറത്തു വെച്ചാൽ എന്താ സംഭവിക്കാം? റെസ്റ്റ് പിടിക്കും അല്ലെ? റെസ്റ്റ് പിടിച്ച് നശിക്കും. എന്ന പോലെ അള്ളാഹു നൽകുന്ന കഴിവുകൾ നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ അത് റെസ്റ്റ് പിടിക്കുന്നു മാത്രമല്ല, നമ്മിൽ നിന്ന് പിൻവലിച്ചിട്ട് വേറെ ആൾക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ നിലനിർത്താൻ ചെയ്യേണ്ടത് അത് വിനിയോഗിക്കുക. ഏത് മാർഗത്തിൽ? നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യവും സമയവും നമ്മുടെ ഈ കഴിവും മാൻ പവറും എല്ലാം നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കാൻ പറ്റുമെന്നല്ല. അങ്ങനെ പറ്റിയാൽ അത് നിലനിർത്തി തരും. മാത്രമല്ല അത് ചെയ്യുന്നവർക്കാണ് അള്ളാഹു അധികമായി നൽകുക. അഹ്ലു ശുക്രി അഹ്ലു സിയാദ്. കൂടുതൽ കിട്ടാൻ യോഗ്യരും അർഹരും അത് അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, കൃതജ്ഞത പ്രകാശിക്കുന്നവരാണ്. ഇനി നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയാം? നമ്മിൽ നിന്ന് പിൻവലിക്കും. ഒരു കാര്യം നമ്മിൽ നിന്ന് അള്ളാഹു തആല പിൻവലിച്ചാൽ അത് തിരിച്ചു കിട്ടുക പ്രയാസം. അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹം നമ്മിൽ നിന്ന് പിൻവലിച്ചാൽ തിരിച്ചു കിട്ടുക പ്രയാസമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടി എന്തു ചെയ്യണം? നന്മയുടെ മാർഗത്തിൽ SKSFന്റെ, സമസ്തയുടെ, ദീനിന്റെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ, നല്ല പ്രവർത്തനങ്ങളുടെ മാർഗത്തിൽ നമ്മുടെ കഴിവ് വിനിയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. ഒരു ലീഡറുടെ, ഒരു മനുഷ്യന്റെ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? നമുക്കാണ് കുഴപ്പം. അള്ളാഹുവിന്റെ ദീനിനോ അള്ളാഹുവിനോ ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പടച്ച റബ്ബ് നിലനിർത്തും ദീൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖിയാമത്ത് നാൾ വരെ ഈ മതവും ഈ സംവിധാനം നിലനിൽക്കും. നമ്മൾ ചെയ്യുന്നില്ലെങ്കിലോ വൈൻ തതവല്ലോ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും സുമ്മ ലാ യകുനു അംസാലക്കും. ഖുർആൻ പറയുന്നു, നമ്മൾ ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പകരം ഒരു ഖൗമിനെ അല്ലാഹു തആല, ഒരു ജനപഥത്തെ അല്ലാഹു കൊണ്ടുവരും. അവർ നമ്മളെ പോലെ ആവില്ല, അവർ നന്നായി പണിയെടുക്കും. അല്ലാഹു നന്നായി ജോലി ചെയ്ത് നന്നായി പണിയെടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓക്കെ, ഓക്കെ. ലീഡർഷിപ്പ് ആൻഡ് എക്സലൻസ് ആണ് വിഷയം. എന്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ? പറയാമോ? വാട്ട് ഇസ് ലീഡർഷിപ്പ്? ഞാൻ നിങ്ങളോട് ഇരിക്കുന്ന സീറ്റൊക്കെ ഒന്ന് മാറിയിരിക്കാൻ പറഞ്ഞു അല്ലെ? നിങ്ങളെ സുഹൃത്തിന് കൊടുക്കാൻ പറഞ്ഞു. ആ നിർദ്ദേശം കിട്ടിയപ്പോ എന്താ തോന്നിയത്? സുഫാൻ അല്ലേ? വാട്ട് യു ഫീൽ? അതുപോലെ ആക്കി, അതുപോലെ ചെയ്തു. പക്ഷെ എന്താണ് ഫീൽ ചെയ്ത്? അങ്ങനെ നിർദ്ദേശം കിട്ടിയപ്പോ ഒരു കൺഫ്യൂഷൻ ആയോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പ്രശ്നമായോ? ഇനി ചെയ്തപ്പോ എന്ത് തോന്നി? ഹൗ ഡു യു ഫീൽ? തോന്നില്ല? നിങ്ങൾക്ക് തോന്നി? എന്താ പേര്? ഒന്നും തോന്നില്ല?
ആർക്കെങ്കിലും കൺഫ്യൂഷൻ തോന്നിയോ? മോനു എന്താ പേര്? അഹമ്മദ് മക്സദ്. മക്സദ്. കൺഫ്യൂഷൻ തോന്നി. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ? ചേഞ്ച് നടക്കുമ്പോഴാണ്. ചേഞ്ച് ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു മാനേജ്മെന്റ് തത്വമാണ്. 3 തരത്തിലാണ് പ്രതികരിച്ചത്. ഞാൻ സീറ്റ് മാറിയിരിക്കാൻ പറഞ്ഞപ്പോൾ എന്തിനാണ് എന്റെ സീറ്റ് സുഹൃത്തിന് കൊടുക്കാൻ പറഞ്ഞറിയാമോ? നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എത്ര ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. 3 തരത്തിലാണ് പ്രതികരിച്ചത്. 3 ടൈപ്സ്. ഫസ്റ്റ്, ഒന്ന്, പെട്ടെന്ന് നിർദ്ദേശം കിട്ടിയ പാടെ പെട്ടെന്ന് മാറിയിരിക്കുകയും തന്റെ സുഹൃത്തിനെ എന്റെ കസേരയിലേക്ക് ഇരുത്തുകയും ചെയ്തു. ചില ആളുകൾ വളരെ വേഗത്തിൽ നിർദ്ദേശം കിട്ടിയ പാടെ വേഗത്തിൽ മുന്നോട്ട് വന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇനിഷ്യേറ്റീവ് ക്വാളിറ്റി. മുൻകൈ എടുക്കാനുള്ള കഴിവ്. നല്ല കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാനുള്ള കഴിവുണ്ടാകുക എന്ന് പറഞ്ഞ ലീഡറുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ്. ഒരു മനുഷ്യന്റെ, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. അത് പ്രഫുല്ലമായ മനസ്സിൽ നിന്ന് മാത്രമേ കിട്ടും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നന്മ ഒരാൾ ചെയ്താൽ അയാളെ ഒരു ചെയ്ത നന്മയുടെ ആരെല്ലാം അത് കണ്ടു തുടരുന്നുവോ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ ഒരു അംശം ആർക്ക് കിട്ടും? തുടക്കക്കാരന് കിട്ടും. ഇനിഷ്യേറ്റീവ് ക്വാളിറ്റിയാണ്. തുടങ്ങി വെക്കാനുള്ള കിട്ടും. ഒരു നന്മ ഒരാൾ ചെയ്ത ആളുടെ കിട്ടുന്നതിന്റെ കൂലിയുടെ പകുതി ആൾക്ക് കിട്ടും, മറ്റൊരുക്കും കിട്ടും, ഇയാൾക്ക് അറിയില്ല. മാത്രമല്ല ഖുർആനിൽ അല്ലാഹു പറഞ്ഞു നബിയോട്, ഖും ഫഅൻദിർ, എഴുന്നേൽക്കണം. ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഇനിഷ്യേറ്റീവ് ക്വാളിറ്റി. നല്ല കാര്യങ്ങൾക്ക് മുന്നോട്ട് വരിക. നല്ല കാര്യങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു പവർ മനസ്സിന്റെ ഇന്നർ മോട്ടീവിൽ നിന്നുണ്ടാവുന്നതാണ്. ആ ഇന്നർ മോട്ടീവ് ഉണ്ടാവണമെങ്കിൽ ഉള്ളിൽ എന്തുണ്ടാവണം? കരുത്തുണ്ടാവണം. രണ്ടാമത്തെ വിഭാഗം ഞാൻ പറഞ്ഞപ്പോ ചെയ്യണമെന്നുണ്ട്, മാറിയിരിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ ആരെങ്കിലും ചെയ്യട്ടെ, മറ്റാരെങ്കിലും ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ച് മാറുന്ന ആളുകളായിരുന്നു. അവര് ഉള്ളിൽ കരുത്തുണ്ട്, പക്ഷെ മറ്റുള്ളവർ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. ഫോളോവേഴ്സാണ്. ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ അത് വികസിപ്പിക്കേണ്ടതുണ്ട്. മൂന്നാമത് ടീമുണ്ട്, ഒത്തിരി അപകടകാരികളാണ്, ഡേഞ്ചറസ് ആണ്. എന്താ പ്രശ്നം അറിയാമോ? അവരിങ്ങനെ മനസ്സിലിങ്ങനെ ഇരിക്കണോ, ഇനിയിപ്പോ എഴുന്നേക്കാനൊന്നും കഴിയില്ല, എനിക്ക് കിട്ടിയ സീറ്റ് മാറിക്കൊടുക്കാനൊന്നും കഴിയില്ല, എനിക്കൊരു കസര കിട്ടിയതാണല്ലോ, ആ കസര ഞാൻ എന്തായാലും മാറ്റി കൊടുക്കൂല, പകരം വേറെ കൊടുക്കൂല എന്ന് തീരുമാനിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്താളും മാറി, ഇപ്പുറത്താളും മാറി, പിന്നെ ഞാൻ മാത്രം മാറിയിരിക്കണം, മോശമല്ലേ? പുള്ളിക്കാരനും മാറി. ഈ 3 നമ്മൾ ഏതാവണം? ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ക്വാളിറ്റി. അങ്ങനെയുള്ളവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഈ അപാരമായ ഉൾക്കരുത്തുണ്ടാവണം. ഞാൻ നമ്മുടെ വീടുകളിൽ വരുന്ന 2 മരമുണ്ട്. ഒന്ന് തെങ്ങറിയില്ലേ, കോക്കനട്ട് ട്രീ. പിന്നെ ഒന്ന് കവുങ്ങ് എന്നറിയില്ല, ഇവിടെ അടക്ക കായ്ക്കുന്ന, എന്താ പറയാ, ഇവിടെ എന്താ പറയാ, കവുങ്ങ് എന്ന് പറയാ. ഓക്കെ, 2 വളരുന്നുണ്ട്. 2 മരമാണ്. 2 മരമാണ്. 2ന്റെയും വളർച്ച നോക്ക്. ഒന്ന് കവുങ്ങ് വളരുന്നത് എങ്ങനെയാണ്? ഷാർപ്പായി വളരുന്നത്, അല്ലെ? ഷാർപ്പായി വളരുന്നത്. അതിന്റെ ചുറ്റുവട്ടം അത്ര വിശാലാണോ? അടിഭാഗം അല്ല. എന്നാൽ പ്ലാവോ ഷാർപ്പായി വളരുന്നുണ്ട്, ഒപ്പം തന്നെ അതിന് കരുത്തുണ്ട്. പിന്നെയോ അതിന് ധാരാളം ശാഖകളുണ്ട്, ധാരാളക്കണക്കിന് ഇലകളുണ്ട്. പിന്നെ എന്തുണ്ട്? പ്ലാവിൽ എന്തുണ്ട്? ഫ്രൂട്ട് ഉണ്ട്, അല്ലെ? എന്താ ഫ്രൂട്ടാണ്? ജാക്ക് ഫ്രൂട്ട്. ചക്ക, അല്ല, ചക്ക എന്ന് പറയാ. ചക്കയുണ്ട്. പിന്നെന്തുണ്ട്? മറ്റുള്ളവർക്ക് തണൽ നൽകുന്നുണ്ട്, അല്ലെ? മറ്റുള്ളവർക്ക് വസന്തം നൽകുന്നുണ്ട്, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കവുങ്ങിനുണ്ടോ? ഇല്ല. കവുങ്ങും വളരുന്നുണ്ട്, പ്ലാവും വളരുന്നുണ്ട്. പ്ലാവിന് വേറെ പ്രത്യേകത ഉണ്ട്. ഉള്ളിൽ എന്തുണ്ട്? പ്ലാവിന്റെ ഉള്ളിൽ എന്തുണ്ട്? കരുത്തുണ്ട്, കാമ്പുണ്ട്, കഴമ്പുണ്ട്, കാതലുണ്ട്. ഉള്ളിൽ കരുത്തുള്ള, അകത്ത് കാമ്പുള്ള, മറ്റുള്ളവർക്ക് ഉപകാരം നൽകാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് വസന്തം നൽകുന്ന, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന, മറ്റുള്ളവർക്ക് തണൽ നൽകുന്ന, മറ്റുള്ളവർക്ക് എല്ലാ അർത്ഥത്തിലും ഗുണപരമായ മാറ്റത്തിന് സഹായകമാവുന്ന രൂപത്തിലേക്ക് സ്വയം വളരുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ലീഡറാവുന്നത്, യഥാർത്ഥ സംഘാടകനാവുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മള് പ്ലാവിനെ പോലെ വളരണോ, കവുങ്ങിനെ പോലെ വളരണോ? പ്ലാവിനെ പോലെ വളരണോ? കവുങ്ങ് ഒരു ക്യാമ്പസിലൊക്കെ പഠിച്ചു, ഡിഗ്രിയും PG ഒക്കെ നേടി, എന്നിട്ട് വലിയൊരു ജോലിയൊക്കെ നേടി, വീട്ടിൽ നിന്ന് രാവിലെ ബാഗും പിടിച്ചിറങ്ങുന്നു, ആ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് അതേപോലെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവൻ വളർന്നിട്ടുണ്ട്, പക്ഷേ മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടോ? ഇല്ല. എന്നാൽ ഇവൻ അങ്ങനെയല്ല, ഇവൻ സ്വയം വളർന്നിട്ടുണ്ട്, ഇവന് ജോലിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്നാൽ കൂടെ മറ്റുള്ളവരും വളരുന്നുണ്ട്. എന്നോടൊപ്പം മറ്റുള്ളവരും
വളർന്നത്. എന്റെ കൂട്ടുകാർ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ നാട്ടുകാർ, എന്റെ സംഘടനാ പ്രവർത്തകർ, എന്റെ സഹപ്രവർത്തകർ എന്നോടൊപ്പം വളരുന്നുണ്ട്. അപ്പോ ആ വളർച്ചക്കാണ് യഥാർത്ഥത്തിൽ നല്ല ഗ്രോത്ത് എന്ന് പറയുന്നത്. വികാസം ഉണ്ടാവണം, ഗ്രോത്ത് ഉണ്ടാവണം. ആ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉള്ളിൽ എന്ത് വേണം? കരുത്ത് വേണം. ഓക്കെ, ആഫ്രിക്കയിലെ പ്രോവർബാണ്, ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ് ഗോ അലോൺ. വേഗതയിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോലെ, ഈ കവുങ്ങ് പോലെ, കവുങ്ങ് ഇങ്ങനെ ഉയർത്തി ഷാർപ്പായി പോകുന്നുണ്ട്, അത് പെട്ടെന്ന് പോകാം. പക്ഷേ ഇഫ് യു വാണ്ട് ടു ഗോ ഫാർ ഗോ വിത്ത് അതേഴ്സ്. മറ്റുള്ളവർക്കൊപ്പം കൂടെയുള്ളവരെയും കൂടി ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്, ഒന്നിച്ച് സഹകരിപ്പിച്ച് വിജയിക്കുമ്പോഴാണ് കൂടുതൽ ദൂരം, കൂടുതൽ കാതങ്ങൾ താണ്ടുവാനും നന്നായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ലീഡർ ആവണമെങ്കിൽ ആദ്യം എന്ത് വേണം? ടീം ഉണ്ടാവണം, വേണ്ടേ? ലീഡർ ആണെങ്കിൽ ടീം ഉണ്ടാവണം. എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? ലീഡറുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ് നമുക്ക് നോക്കാം. ലീഡർ എന്നത് നമുക്കിതിങ്ങനെ പിന്നെ അതിന്റെ എക്സ്പാൻഷൻ കൊടുത്ത് നോക്കിയാൽ എൽ എന്താണ്? ഒന്ന് പറയാമോ? യെസ്, ലേൺഡ് ആൻഡ് ലോയൽ. അറിയാലോ, വിശദീകരിക്കണ്ടല്ലോ അല്ലെ? ജ്ഞാനുണ്ടാവണം, ലോയൽ ആവണം. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ലീഡർ ആവാൻ പറ്റൂ. മറ്റൊന്ന് എഫിഷ്യന്റ് ആൻഡ് എംപതറ്റിക്. എഫിഷ്യന്റ് ആവണം, എംപതറ്റിക് ആണ്. വാട്ട് ഇസ് എംപതറ്റിക്? എന്താ എംപതറ്റിക് എന്ന് പറഞ്ഞാൽ? എമ്പതി അറിയാമോ? സിമ്പതി അറിയാമോ? സിമ്പതി. എമ്പതിയും സിമ്പതിയും വ്യത്യാസമുണ്ട്. എന്താ മോനെ പേരെന്താ പറഞ്ഞേ? മക്സദ്. വെരി ഗുഡ്. മക്സദ് മിടുക്കനാണല്ലോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മക്സദ്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. വെരി ഗുഡ്. വാട്ട് ഇസ് എമ്പതി? എന്താ എമ്പതി മക്സദ്? സിമ്പതി അറിയാം. എന്താ സിമ്പതി? മറ്റുള്ളവരോടൊരു കരുണ, ഒരു അയ്യോ പാവം എന്ന് പറയുന്ന മനസ്സിലുണ്ടാവുന്ന ഒരു വികാരമാണ് സിമ്പതി. ഓക്കെ, ഗുഡ്. പക്ഷെ സിമ്പതി കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എന്നാൽ എംപതി അതല്ല. എംപതറ്റിക്കൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം പറ്റിയത് ഞാനാണെന്ന് കരുതിയിട്ട് അവന് പരമാവധി സഹായം കൊടുക്കുക. ഉദാഹരണത്തിന്, നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നിടയിൽ ഒരു സ്ത്രീ വീണു. ആ വീണ് നമ്മുടെ ഉമ്മയാണെന്ന് സങ്കല്പിക്കുക. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ എന്ത് ചെയ്യും? എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യും, അല്ലേ? അത് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന വികാരമാണ് എന്ത്? എംപതി. ഓക്കെ, യെസ്, മനസ്സിലായല്ലോ? മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം. അല്ലാതെ നമ്മൾ മനസ്സിലിങ്ങനെ അയ്യോ പാവം പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഗുഡ്. അതാണ് ശരിക്കും ലീഡർ. പിന്നെ ഞാനത് വിശദീകരിക്കുന്നില്ല, നമുക്ക് വേറെ മറ്റു സമയമില്ലാത്തതുകൊണ്ട്, മറ്റു വിഷയങ്ങളിലേക്ക് പോകാനുള്ളതുകൊണ്ട്. മറ്റത് അലേർട്ട് ആൻഡ് അഡാപ്റ്റബിൾ. അലേർട്ട് ആവണം. സ്വയം തന്നെക്കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്, തന്റെ കൂടെയുള്ളവരെ കുറിച്ച്, നമ്മുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച്, തന്റെ കീഴിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും അലേർട്ട് ആവണം, അഡാപ്റ്റബിൾ ആവണം. ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. പിന്നെ ഡെഡിക്കേറ്റഡ് ആൻഡ് ഡിസിഷൻ മേക്കർ. ഡെഡിക്കേഷൻ. വാട്ട് ഈസ് ഡെഡിക്കേഷൻ? എന്താ ഡെഡിക്കേഷൻ? സാക്രിഫൈസ്. വെരി വെരി ഗുഡ്. സാക്രിഫൈസ്, സമർപ്പിക്കാൻ കഴിയും, അല്ലെ? നമ്മുടെ ജീവിതം, നമ്മുടെ സമയം, നമ്മുടെ അധ്വാനം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ യൂണിക്നെസ്, നമ്മുടെ ക്വാളിറ്റികൾ എല്ലാം നമ്മുടെ സംവിധാനത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള കരുത്തുണ്ടാവണം. ഡിസിഷൻ മേക്കർ. ഏത് സമയത്തും തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതുള്ള പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ്. നിർണായക ഘട്ടത്തിൽ കൃത്യമായൊരു തീരുമാനം എടുക്കാൻ പവറുള്ള ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ ലീഡറാൻ പറ്റൂ. ഇതെല്ലാം വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, ക്യാമ്പസ് വിങ്ങിന്റെ പ്രവർത്തകരാണ്, കൃത്യമായി ധാരണയുള്ളവരാണ്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തെടുക്കാം. എനർജറ്റിക് ആൻഡ് എന്തൂസിയാസ്റ്റിക്. നമുക്ക് എനർജി ഉണ്ടെങ്കിലേ കൂടെയുള്ളവർക്കും എനർജി ഉണ്ടാവും. എനർജി ഉള്ളിലുണ്ടാവണം, പ്ലാവിനെ പോലെ ഉള്ളിൽ കരുത്തുണ്ടാവണം. ഒപ്പം തന്നെ കൂടെയുള്ളവർക്കും ആ എനർജി പാസ് ചെയ്യാൻ കഴിയണം. റെസ്പോൺസിബിൾ ആൻഡ് റിലയബിൾ. റെസ്പോൺസിബിൾ ഉണ്ടാവണം, ഉത്തരവാദിത്വ ബോധം. ഏത് കാര്യത്തിലും റെസ്പോൺസിബിലിറ്റി വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവരുടെ തലയിൽ കെട്ടിക്കും, അല്ലെ? എന്ത് കാര്യം ചെയ്താലും മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തം. ഒരു ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ മുന്നിൽ ഒരു കഴുത ചത്തു കുറെ ദിവസമായി, വളരെ സ്മെല്ല്. അച്ഛൻ വിളിച്ചിട്ട് മുനിസിപ്പൽ ഓഫീസിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് എന്താ പണി? എത്ര ദിവസമായി ഒരു കഴുത ചത്തെടുക്കുന്നത്, എന്താ ശവടക്കാത്തെന്ന് വെച്ചു. അപ്പൊ ഈ ഫോൺ എടുത്ത ആള് കുറച്ച് രസികനാണ്. അയാൾ ചോദിച്ചു, അച്ചോ
ശവടുക്കലും അടക്കലും അച്ഛന്മാരെ പണിയല്ലേ, പിന്നെന്തിനാ അങ്ങോട്ട് വിളിച്ചെന്ന് വെച്ചു. അപ്പൊ ഇയാൾക്കൊരു വല്ലാത്ത പോയി. അപ്പൊ ഇയാൾ ഉടൻ തന്നെ നല്ല ലീഡറാണ്, ഉടൻ ഒരു നിമിഷം പതരെങ്കിൽ പോലും തിരിച്ചു പറഞ്ഞു, നമുക്ക് ഒത്തിരി മനോഹരമായ സ്വപ്നം നിങ്ങൾ തന്നിട്ടുള്ള മഹാപ്രതിഭയായിരുന്നു. എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ മലപ്പുറത്തെ കൊണ്ടോട്ട് EME കോളേജിൽ വന്നിട്ട് പറഞ്ഞ ഒരു അനുഭവം. അദ്ദേഹം പറഞ്ഞു, ഒരു നല്ല ലീഡർക്ക് ഉണ്ടാക്കുന്ന ക്വാളിറ്റി. അദ്ദേഹം ISROയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അന്നത്തെ ISROയുടെ ചെയർമാൻ എന്ന ഡോക്ടർ സതീഷ് ധവാൻ മിസൈലിന്റെ ആരംഭകാലത്താണ്. അദ്ദേഹം ഒരു മിസൈൽ ഉണ്ടാക്കിയിട്ട് അത് വിക്ഷേപിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വിക്ഷേപിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പത്രക്കാരൊക്കെ ഉണ്ട്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ പത്രക്കാരുണ്ട്. അന്ന് തുടക്കല്ലേ വിക്ഷേപിച്ചു, പക്ഷേ ദൗർഭാഗ്യവശാൽ അത് വിട്ടതേ സ്പീഡിൽ തിരിച്ചു വന്നു, പരാജയപ്പെട്ടു. ഇയാൾ മുഖമാകെ വിഷണ്ണനായി, ആകെ പ്രശ്നമായി. എന്ത് മറുപടി പറയുമെന്ന് ആലോചിച്ചിട്ട് ഇയാള് വല്ലാണ്ടായിപ്പോയി. അപ്പൊ ഇയാളുടെ മുഖഭാവം കണ്ടിട്ട്, APJ അബ്ദുൽ കലാമിന്റെ മുഖഭാവം കണ്ടിട്ട് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സതീഷ് ധവാൻ ചോദിച്ചു, സാർ എന്ത് പറ്റി, സാർ എന്ത് മുഖം അല്ലാണ്ടായിരുന്നല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ എന്താണ് മറുപടി പറയാ പത്രക്കാരോട് എന്നാലോചിച്ചിട്ട് ഞാനിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്നു. അപ്പോ പിന്നെ ധവാൻ പറഞ്ഞത്രേ, സാർ ഒരു കാര്യം, സാറ് പോയി വിശ്രമിച്ചോളൂ, ഞാൻ ഏറ്റു, ഉത്തരവാദിത്തം ഞാൻ ഏറ്റു, ഞാൻ പറഞ്ഞോളാം മറുപടി. ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ലൈവായി കാണുകയാണ്, പത്രക്കാരൻ വന്നിരിക്കുകയാണ്, അവരോട് മറുപടി പറയണം, എന്തുകൊണ്ടാണിത് പരാജയപ്പെട്ടത്, ഫെയിലായി പോയത്. അങ്ങനെ സതീഷ് ധവാൻ ഉഷാറായിട്ട് ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ വന്നിട്ട് ഹാളിലേക്ക് കയറിയിട്ട് വളരെ ഗംഭീരമായി പറഞ്ഞു അത്രേ, ഞാനിപ്പോൾ വന്നത് ഇപ്പോൾ വിക്ഷേപിച്ച മിസൈലിന്റെ പരാജയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനല്ല, അടുത്ത് വിക്ഷേപിക്കാനിരിക്കുന്ന പുതിയ മിസൈലിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം രക്ഷപ്പെട്ടു. സന്തോഷമായി, പിരിഞ്ഞുപോയി പത്രക്കാരൻ. മാസങ്ങൾക്ക് ശേഷം ഇതിന്റെ കേടുപാട് തീർത്തിട്ട് ഇതിന്റെ പുനഃവിക്ഷേപനം നടക്കുക. അന്ന് ഒരു പ്രതീക്ഷ കണ്ട്, എന്നാലും ബേജാറുണ്ട്, ഇത് ഫെയിലാവോ അതോ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. പക്ഷെ ഇത്തവണ അൽഹംദുലില്ലാ ഭംഗിയായി വിജയിച്ചു, ഉഷാറായി പൊങ്ങി. അബ്ദുൽ കലാമിന് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ചെയ്തൊരു പ്രവർത്തനം വിജയിച്ചാൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ. മൂന്നിലൊരു കാര്യത്തിൽ നമ്മൾ പണിയെടുക്കാം, ഒന്നുകിൽ മണി, പണത്തിന് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് പണം കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്ത വർക്ക് വിജയിച്ചാൽ നമുക്ക് ഉള്ളിലുണ്ടാവും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ. മൂന്നാമത്തെ റെക്കഗ്നിഷൻ, മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടാൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണിയെടുക്കുന്നത് അംഗീകാരത്തിന് വേണ്ടിയിട്ട്. ആരുടെ അംഗീകാരം? ആരംഗീകാരം? വെരി ഗുഡ്, അള്ളാഹുവിന്റെ അംഗീകാരം, പടച്ച റബ്ബിന്റെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിൽ മൂന്നിലൊന്നിലുണ്ടെങ്കിലേ പണിയെടുക്കുള്ളൂ. ഇദ്ദേഹത്തിന് വല്ലാത്ത സംതൃപ്തിയായി. അപ്പം വളരെ സന്തോഷത്തോടു കൂടി പത്രക്കാരെ അഭിമുഖീകരിക്കാൻ വേണ്ടി പ്രസ് കോൺഫറൻസ് ഹോളിലേക്ക് ഇങ്ങനെ കടക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് APJ അബ്ദുൽ കലാമിന്റെ മനസ്സിൽ, ഈശ്വടാ ഞാനിപ്പോ ചെയ്യുന്നത് ശരിയല്ലല്ലോ, കഴിഞ്ഞ തവണ ഇത് പരാജയപ്പെട്ടപ്പോൾ എന്നെ സഹായിച്ചതാരാണ്? ധവാനാണ്. അതുകൊണ്ട് ഈ ചാൻസ് വിജയിച്ചപ്പോഴും അതിന്റെ പറയാനുള്ള ചാൻസ് ആർക്ക് കൊടുക്കാം? ധവാന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ധവാനെ വിളിക്കാൻ പറഞ്ഞു സെക്രട്ടറിയോട്. സെക്രട്ടറി പോയി ധവാനെ വിളിച്ചു നോക്കുമ്പോൾ ധവാനെ കാണുന്നില്ല. എല്ലായിടത്തും പരതി. അവസാനം അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പ്രവർത്തനം വിജയിച്ചപ്പോൾ, മിസൈലിലെ വിക്ഷേപണം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ ധവാൻ എന്ത് ചെയ്യുന്നോ പോയിട്ട് വീട്ടിൽ പോയി വിശ്രമിച്ചു. അത്രയും അയാൾ പറയാണ്, APJ അബ്ദുൽ കലാം പറയാണ്, ഇത്ര മനോഹരമായ ഒരു ലീഡർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഒരു പരിപാടി പരാജയപ്പെട്ടപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനും വിജയിച്ചപ്പോൾ അത് ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റോട്ടെ എന്ന് കരുതിയിട്ട് മാറി നിൽക്കുകയും ചെയ്യുന്ന അത്ര പവറുള്ള ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കുന്ന വളരെ മനോഹരമായ കപ്പാസിറ്റി. ഉത്തരവാദിത്തം, തോറ്റാൽ പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്തം ഏൽക്കുവാനും വിജയിച്ചാൽ അതിന്റെ എല്ലാവർക്കും ഷെയർ ചെയ്യാനുമുള്ള മനോഹരമായ പ്രഫുല്ലമായ മനസ്സുള്ളവരാണ് യഥാർത്ഥ ലീഡർ. അതുകൊണ്ട് തന്നെ ഒരു നല്ല ലീഡറായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു നല്ല ലീഡറാണെങ്കിൽ അനുയായികൾ എത്ര മോശമായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു സംഭവം കൂടി പറയാം. ഒരു മുയൽ, ഇതെന്താണ്? വാട്ട് ഇസ് ദിസ്? ഫിംഗർ അല്ലെ. ഫിംഗർ ഇപ്പം എന്ത് ചെയ്യുന്നു? നിൽക്കുവാണേ. ഇപ്പോഴോ ഇരിക്കുവാണ്. സപ്പോസ് ഇപ്പോഴോ നിൽക്കുവാണ്. ഇപ്പോ കാണുന്നുണ്ടോ? കാണാവോ? റെഡി? ഇനി തൽക്കാലം ഈ ഫിംഗർ ലീഡർ ആവുകയാണ്. ലീഡർ നിർദ്ദേശം കിട്ടിയാൽ എപ്പോൾ എഴുന്നേക്കണം. ഫിംഗർ എഴുന്നേറ്റ് നിങ്ങൾ എഴുന്നേക്കണം. ഫിംഗർ ഇരുന്നാൽ നിങ്ങൾ ഇരുന്നേക്കണം. റെഡിയാണല്ലോ? ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ, താങ്ക് യു. ഗുഡ്. ഓക്കെ, ഗുഡ്, താങ്ക് യു. നോക്കൂ, ഒരു ലീഡർക്ക്
ഇതേപോലെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കോൺസെൻട്രേഷൻ, ശ്രദ്ധ, അറ്റൻഷൻ സീക്ക് ചെയ്യാവുന്ന രൂപത്തിലേക്ക് നമ്മൾ വളരണം. ആ ഒരു പവറിലേക്ക് നമ്മൾ എത്തണം. ആ പവറിലെത്തണം. ഒരു ലാപ്ടോപ്പിൽ പിന്നെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുയൽ, ഒരു കഥയാണ്, കുട്ടികൾക്ക് കഥ പറയാം. മുയൽ ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കരടി വന്നിട്ട് ചോദിച്ചു, എന്താ മുയലമ്മാവ ടൈപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാനൊരു തിസീസ് തയ്യാറാക്കാണ്. തിസീസോ? അതെന്ത് തിസീസാണ്? തിസീസിന്റെ പേര് കേൾക്കണോ? കരടിയെ തിന്നുന്ന മുയൽ എന്നാണ് എന്റെ വിഷയം. കരടിയെ തിന്നുന്ന മുയലോ? പിന്നെന്തോ സംശയം ഉണ്ടോ ചോദിച്ചു. എനിക്ക് സംശയം, അങ്ങനെ സംഭവിക്കാറ്. ഞാൻ കാണിച്ചു തരാൻ. എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാൻ. മെല്ലെ മുയൽ എന്ത് ചെയ്തു? കരടിയും കൂട്ടിയിട്ട് മെല്ലെ പോയി ഒരു ഗുഹ ഉണ്ടായിരുന്നു. ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കരടിയുടെ ഒരു കുറുകും കടിച്ചുകൊണ്ടാണ് മുയൽ ഇങ്ങനെ വരുന്നത്. അതൊക്കെ തിന്നു കഴിഞ്ഞ ശേഷം മൂപ്പരാള് വീണ്ടും ലാപ്ടോപ്പിൽ തിസീസ് തയ്യാറാക്കാൻ തുടങ്ങി. ഇപ്രാവശ്യം വന്നത് ഒരു കുറുനരിയാണ്. കുറുനരി വന്നിട്ട് ചോദിച്ചു, എന്താ മുയലമ്മാമ പണി? ഞാനൊരു തിസീസ് തയ്യാറാക്കാണ്. എന്താ തിസീസ്? തിസീസോ കേൾക്കണോ നിനക്ക്? കുറുനരിയെ തിന്നുന്ന മുയൽ എന്നാണ് തിസീസ്. കുറുനരിയെ മുയൽ തിന്നേ? കള്ളത്തരം പറയുന്നോ? നിനക്ക് സംശയമുണ്ടോ? സംശയമുണ്ട്. എന്നാ ഞാൻ കാണിച്ചു തരാം. കുറുനരിയെ കൊണ്ട് മെല്ലെ 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 പോയി ആ ഗുഹയിലേക്ക് ചെന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കുറുനരിയുടെ ഒരു ചെവി ചുഴറ്റിക്കൊണ്ടാണ് ആര് വരുന്നത്? മുയൽ വരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ വന്നത് കാട്ടിലെ കൗശലക്കാരനാണ്. ആരേനു? കാട്ടിലെ കൗശലക്കാരൻ ഫോക്സ്, കുറുക്കൻ, അറിയില്ലേ? കുറുക്കൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി. കുറുക്കനൊന്നും ചോദിക്കുന്നില്ല. കുറുക്കനൊന്നും ഇങ്ങനെ നിരീക്ഷിക്കാണ്. എങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെ? മുയലമാവൻ. തലേനെ ഇയാളും ചോദിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ തലയെത്തി നോക്കി, കണ്ണെടുത്ത് നോക്കി. ഇയാളും ചോദിക്കാനായപ്പോ തിരിച്ച് അങ്ങോട്ട് തോക്കിന്റെ ഉള്ളിലേക്ക് എവിടെ വെച്ചു. എന്താ ഞാൻ ചെയ്തത് നിനക്ക് അറിയണ്ടേന്ന്? ഞാൻ അറിയണ്ട, എന്താ ചെയ്തോ? ഞാനൊരു തിസീസ് തയ്യാറാക്കാണ്. കൊടകി തിസീസ് തയ്യാറാക്കോ? എന്താ വിഷയം നിനക്ക് അറിയണ്ടേ? എനിക്കറിയണ്ടാന്ന്. ഞാൻ എന്റെ വിഷയം എന്താണെന്നറിയോ? കുറുക്കനെ തിന്നുന്ന മുയലെന്നാണ്. എന്താക്ക് സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. ഈ കുറുക്കനെ തിന്നും, ആമനെ തിന്നും, സിംഹത്തിൽ നിന്നും സംശയമില്ല എന്ന് പറഞ്ഞു. മൂപ്പരടുത്ത് പരിപ്പ് വീണില്ല എന്നാർക്ക് മനസ്സിലായി? മുയലിന് മനസ്സിലായി. അപ്പൊ മൂപ്പര് ഇത് ശരിയാവില്ല, നിങ്ങളുടെ മൂപ്പര് പണി ഇങ്ങനെ തോന്നുകൊണ്ടിരുന്നു. ഈ തക്ക നോക്കിയിട്ട് മുയൽ, ഈ കുറുക്കൻ മെല്ലെ 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 പോയിട്ട് ആ ഗുഹന്റെ അകത്തേക്ക് ഇങ്ങനെ ഏന്തി പാളി നോക്കുമ്പോ ഉണ്ട് അവിടെ ഇരിക്കുന്നു ഒരു കാട്ടിലെ രാജാവ് സിംഹച്ചാർ. ലീഡർ കറുത്തനാണെങ്കിൽ, ലീഡർ എനർജറ്റിക് ആണെങ്കിൽ, ലീഡർക്ക് പവർ ഉണ്ടെങ്കിൽ അനുയായികൾ എത്ര ദുർബലമായാലും കുഴപ്പമില്ല, മനോഹരമായി തന്റെ സംവിധാനങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. പുലി നയിക്കുന്ന എലിപ്പടയെ പേടിക്കണം. പുലി നയിക്കുന്ന എലിപ്പടയെ പേടിക്കണം. പക്ഷേ എലി നയിക്കുന്ന പുലിപ്പടയെ പേടിക്കേണ്ടതില്ല. അനുയായികളുടെ ശക്തിയിലല്ല കരുത്തുള്ളത് എന്റെ പ്രിയപ്പെട്ടവര്. ലീഡറുടെ ശക്തിയിലാണ് സംഘടനയുടെ, സമുദായത്തിന്റെ, ലീഡർഷിപ്പിന്റെ, നിങ്ങളുടെ കൂട്ടായ്മയുടെ കരുത്തുള്ളത്. അതുകൊണ്ട് ലീഡർ എന്താവണം? എനർജറ്റിക് ആവണം. ലീഡർ കരുത്തുണ്ടാവണം. ലീഡർ എല്ലാ അർത്ഥത്തിലും വിജയിക്കാൻ പറ്റണം. ഓക്കെ. ലീഡർ മസ്റ്റ് ബി എ ലീഡർ നൈഫ്. എന്താ നൈഫ്? ഷാർപ്പ്. കത്തിയാണെന്ന് പറഞ്ഞല്ല കുത്താനാണോ? അല്ല, അല്ലെങ്കിലേ കത്തിയാണ്. ഇനി ഷാർപ്പാവണം. ലക്ഷ്യത്തിലേക്ക് കുത്തിക്കുന്ന ഒരു അമ്പിന്റെ ഏകാഗ്രത പോലെ ഷാർപ്പ്നെസ് ഉണ്ടാവണം. മാത്രമല്ല ക്ലോക്ക്, കിക്ക് ടൈം, കൃത്യമായ ടൈം പാലിക്കാൻ, സമയം കൃത്യത നിർണ്ണയിക്കുന്ന സമയകൃത്യത കാര്യത്തിൽ കണിശപ്പെടുത്താൻ സാധിക്കണം. തേർഡ് വൺ, റിവർ ഫ്ലോ അലോൺ നെവർ സ്റ്റോപ്പ്. വിശദീകരിക്കുന്നില്ല, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോണ്. ഒരു പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒഴുക്കാണല്ലേ, ഫ്ലോ അല്ലെ? ഒഴുക്കാണ്. ഒരു ലീഡറുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രവർത്തന നൈരന്തര്യമാണ്. എല്ലായ്പ്പോഴും ചിന്തിക്കുകയും എപ്പോഴും പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിക്കാനുള്ള ഒരു കരുത്താണ് ഒരു ലീഡറുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്ലോ. പുഴയുടെ വേറെ പ്രത്യേകത ഉണ്ട്. പുഴയ്ക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെ? എവിടെയാണ് ലക്ഷ്യം? സി ആണ്. ലീഡർക്കും ലക്ഷ്യം ഉണ്ടാവണം, സംഘടനക്കും ലക്ഷ്യം ഉണ്ടാവണം. പുഴയുടെ പ്രത്യേകത, പുഴ നേർരേഖയിലാണ് ഒഴുകുന്നത്? ഒരേ സ്ട്രൈറ്റ് ആയിട്ടാണോ പുഴ ഒഴുകുന്നത്? അല്ല, പിന്നെങ്ങനെയാ?
വളഞ്ഞു പുളഞ്ഞൊഴുകുന്നത്. വളഞ്ഞു ഒഴുകുന്ന പുഴക്ക് മാത്രമേ മനോഹാരിതയുള്ളൂ. എങ്ങനെയാണ് പുഴ വളഞ്ഞൊഴുകുന്നത്? പുഴ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ പുഴക്ക് ഒരു ഹസാർഡ് ഉണ്ടാവും, ഒരു ബാരിക്കേഡ് ഉണ്ടാവും, ഒരു തടസ്സം ഉണ്ടാവുന്നു. ആ തടസ്സം കാണുമ്പോൾ അവിടെ നിൽക്കുന്നില്ല, പിന്നെയോ ലക്ഷ്യത്തിലേക്ക് പുതിയ വഴി തേടിയിട്ട് ഒഴുകുകയാണ്. പുതിയ വഴി തേടുക. ലക്ഷ്യത്തിന് മുന്നിൽ എന്ത് തടസ്സമുണ്ടായാലും ആ തടസ്സം ഓവർകം ചെയ്തിട്ട് പുതിയ വഴികൾ തേടിയിട്ട് അല്ലെങ്കിൽ ഓവർകം ചെയ്തിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്നവനാണ് യഥാർത്ഥ ലീഡർ. മാത്രമല്ല, ഒരു കല്ലിലൂടെ ഒഴുകുന്നതിനിടയിൽ വലിയ കല്ല് തടസ്സമായാൽ എന്ത് ചെയ്യുന്നു? ആ കല്ലിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഒഴുകുന്നത്. നിങ്ങളുടെ തടസ്സങ്ങളുടെ മുകളിലൂടെ ഒഴുകുവാനും അതിനു സാധിക്കുന്നില്ലെങ്കിൽ പുതിയ വഴികൾ വെട്ടിയുണ്ടാക്കിയിട്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനും സാധിക്കുന്നവനാണ് ലീഡർ എന്ന് പറയുന്നത്. Then stick on decision. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. ഓക്കെ. ബട്ടൺ കണക്റ്റിംഗ് ലിങ്ക്. മറ്റുള്ളവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന, തമ്മിൽ അടുപ്പിക്കാൻ പറ്റുന്ന, തമ്മിൽ അടുപ്പിക്കുക. ബട്ടന്റെ പ്രത്യേകത എന്താണ്? കണക്റ്റിംഗ് ആണ് അല്ലെ. കത്രികയുടെ പ്രത്യേകത എന്താണ്? കട്ട് ചെയ്യാണ് അല്ലെ. കത്രികയാവല്ല ആവേണ്ടത്, പിന്നെയോ ബട്ടനാവണം, അല്ലെങ്കിൽ സൂചി അതിലെ സൂചി നൂലും ആവേണ്ടത്. പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന, അകന്ന മനസ്സുകൾ ഒന്നിപ്പിക്കുന്ന, അകന്ന ഹൃദയങ്ങൾ ഒന്നിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറുവാൻ നമുക്ക് പറ്റണം. ഓക്കെ, ഗുഡ്. ഇതെന്താണ്? അറിയണേ? ഓക്കെ, ഗുഡ്. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽപ്പിക്കുന്നതിനറിയോ? ഒരേ ഇരുത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വേര് വരും, അല്ലെങ്കിൽ ചെതല് പിടിക്കും. എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടെ ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ലീഡറുടെ പ്രത്യേകതയാണ്. പുഴ എപ്പോഴും ഫ്ലോ ചെയ്യുന്നു, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ലീഡറുടെ പ്രത്യേകത. ഇരുന്നിടത്തിരിക്കാൻ പാടില്ല, അനങ്ങിക്കൊണ്ടിരിക്കണം. ഇനിഷ്യേറ്റീവ് ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ. ക്യാമ്പസ് വിങ്ങിന്റെ പ്രഗത്ഭരായ പ്രവർത്തകരാണ്. ഒരു 7 മിടുക്കന്മാർ വരാമോ? ഞാൻ നോക്കട്ടെ. 7 മിടുക്കന്മാർ. വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. ഓക്കെ, താങ്ക് യു. 3 പേര് വന്നിട്ടുണ്ട്. 4 പേരായിട്ടുണ്ട്. നോക്കണേ. ഓക്കെ, ഗുഡ്. അയ്യോ, ഈ ഇത്ര നല്ല മിടുക്കന്മാരൊക്കെ കഴിക്കുന്നതിന് 7 പേര് വരാൻ പറഞ്ഞാൽ എന്തെത്ര താമസം വരാൻ? അവസരങ്ങൾ പാഴാക്കാൻ പാടില്ലെന്നാണ്. അവസാനം ഖേദിക്കേണ്ടി വരെ. വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. ഓക്കെ. അവസരങ്ങളെ കുറിച്ച് പറയാറുണ്ട്. എന്റെ സുഹൃത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർക്ക് കോഴിമുട്ട, നാടൻ കോഴിമുട്ട അറിയാം, ലെഗ്, നാടൻ കോഴിമുട്ട വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിരുന്ന് പോയപ്പോ അവിടെ വീട്ടിലെത്താനപ്പോ വിളിച്ചപ്പോ സുഹൃത്ത് അവിടെ ഇല്ല. ഡോക്ടർ സുഹൃത്തില്ല, അങ്ങാടിയിലേക്ക് പോയതാണ്. അപ്പൊ ഭാര്യ മാത്രമേ ഉള്ളൂ. അപ്പൊ വിളിച്ചപ്പോ പറഞ്ഞാൽ, നീ എന്താ നേരത്തെ പറയുന്നത്? ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലേക്ക് കയറിയിരിക്കും, ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് എത്താം, ഞാൻ എപ്പോ എത്താം, നീ വീട്ടിൽ കയറുന്നോ? ഞാൻ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു. സുഹൃത്ത് വന്നപ്പോഴേക്കും ഭാര്യ ഹോർലിക്സും ബൂസ്റ്റും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചു. കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു മനോഹരമായ പ്ലേറ്റില് 3 പുഴുങ്ങിയ കോഴിമുട്ട. ഡോക്ടർക്ക് വലിയ സന്തോഷമായി. ഒരുപാട് നാളായി കോഴിമുട്ട കഴിച്ചിട്ട്, നാടൻ കോഴിമുട്ട. അത് ഇപ്പൊ സുഹൃത്തിന്റെ വീടല്ലേ, അപ്പൊ 3 കഴിച്ച് കളയാം എന്നാർക്ക് തോന്നി? ഡോക്ടർക്ക് തോന്നി. ഡോക്ടർ ഇങ്ങനെ കോഴിമുട്ട കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഡോക്ടർ ഇങ്ങനെ കോഴിമുട്ട കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോ കൈ ഇങ്ങനെ ആ കോഴിമുട്ടയിലേക്ക് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഡോക്ടർ മനസ്സിലൊരു ചിന്ത വന്നു. ഷെടോ, ഞാൻ 3 കഴിക്കണോ? മോശമല്ലേ? വിരുന്നുകാരനല്ലേ? 3 കഴിക്കുന്നത് ഔചിത്യബോധത്തിന് വിരുദ്ധമല്ലേ? അനൗചിത്യല്ലേ? അതുകൊണ്ട് 3 വേണ്ട, 2 കഴിക്കാം. അപ്പൊ ഡോക്ടർ വീണ്ടും സംശയമായി. 2 കഴിക്കണോ? ഞാനൊരു വിരുന്നുകാരനൊക്കെ അല്ലേ, ഒരു ഡോക്ടറും അല്ലേ, വേണ്ട, 1 കഴിച്ചാൽ മതി. അപ്പൊ വീണ്ടും കൺഫ്യൂഷനായി. എന്തിനാ സുഹൃത്തിന്റെ വീടല്ലേ, എന്താ 1 കഴിക്കണേ, എന്താ 2 കഴിച്ചാല്, എന്നാ വേണ്ട 3 കഴിച്ചാല്? ആകെ കൺഫ്യൂഷനായി. നിങ്ങൾ പലർക്കും ഇപ്പൊ തോന്നിയ പോലെ, ഞാൻ വരണ്ടേ, മിടുക്കനാണോ അല്ലേ, ഇവിടെ വന്നാൽ എന്തേ മോശാവോ ഇല്ലേ എന്ന് ചിന്ത വന്നില്ലേ? റൈറ്റ്. എന്താ പോലെ ഡോക്ടർക്ക് തോന്നി. ഈ ചിന്ത ഇങ്ങനെ ഇരിക്കുന്നിടയിൽ അവിടെ 4 വയസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കൊച്ചുകുട്ടി. കുട്ടികൾക്ക് ഇനീഷ്യേറ്റീവ് ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. നമുക്കും ഉണ്ടായിരുന്നു, നമ്മൾ നശിപ്പിച്ചു കളഞ്ഞതാ, എങ്ങനെയോ നശിച്ചതാ. ഈ കുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ സ്കൂട്ടർ വിട്ട് വന്നിട്ട് ഇങ്ങനെ
പോകുന്നത് എല്ലാ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആ പ്ലേറ്റിലെ കോഴിമുട്ടയിൽ നിന്ന് ഒരു കോഴിമുട്ട ഏറ്റോട്ടം. ബാക്കി എത്ര ഉണ്ട്? 2 കോഴിമുട്ടയുള്ളത്. ഡോക്ടർ ആകെ വിഷമനായി. ഒരെണ്ണം ഏതായാലും പോയി. ഇനി ഏതായാലും പെട്ടെന്ന് എടുക്കുക. പെട്ടെന്ന് ചിലപ്പോ മറ്റാൾ ഇനിയും വരും എന്ന് വിചാരിച്ചിട്ട് അടുത്ത കോഴിമുട്ട എടുക്കാൻ വേണ്ടി നിൽക്കാം. അടുത്ത കോഴിമുട്ട എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഡോക്ടർ മനസ്സിൽ വീണ്ടും ചിന്ത, ഞാനിപ്പോ ഈ കോഴിമുട്ട എടുത്താല് ഭാര്യ അകത്താ ഉള്ളത്, കർട്ടന്റെ ഉള്ളിലാ ഉള്ളത്, സുഹൃത്തിന്റെ ഭാര്യ. ഈ ഒരു കോഴിമുട്ട കൂടെ എടുത്താല് വീട്ടുകാരെന്താ വിചാരിക്കാം? രണ്ടും ഇയാൾ എടുത്തു എന്ന് വിചാരിക്കും അല്ലെ? ഓ എന്തൊരു ഡോക്ടറാണ് ഇയാള്, മാന്യതയില്ലാത്ത ആള്, രണ്ടും എടുത്തു എന്ന് വിചാരിക്കും അല്ലെ? അപ്പൊ എന്താ ചെയ്യാ? ഏതായാലും കോഴിമുട്ട തിന്നും വേണം, വഷളാവാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുന്നിടയില് ഇയാൾ ഇങ്ങനെ ചിന്തിച്ചില്ല, മറ്റാളെ തിന്നു കഴിഞ്ഞു. കുട്ടികൾക്ക് അങ്ങനെയാണ്, നിഷ്കളങ്കരാണ്, ഇനിഷ്യേറ്റീവ്. അത് തിന്നു കഴിഞ്ഞിട്ട് മുഖമൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇയാളെ ചിന്ത കഴിഞ്ഞിട്ടില്ല. എല്ലാം വന്നിട്ട് നേരത്തെ പിടുത്തം രണ്ടും. ബാക്കി എത്ര ഉണ്ട്? 1. ഈ ഒരു കോഴിമുട്ട ഡോക്ടർ എടുത്താൽ ഉറപ്പായിട്ടും വീട്ടുകാർ എന്ത് വിചാരിക്കും? 3 കോഴിമുട്ടയും. ഡോക്ടർ അവസാനം തീരുമാനിച്ചു, അവസാനം നിങ്ങൾ പലരും തീരുമാനിച്ച പോലെ ഇത്തവണ എന്തായാലും വേണ്ടില്ല, കോഴിമുട്ട എടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു. കോഴിമുട്ട എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ കോഴിമുട്ടയിലേക്ക് എത്തി, കോഴിമുട്ട ഇങ്ങനെ എടുത്തില്ല എന്നൊക്കെ മറ്റാൾ കുറച്ച് സ്പീഡിൽ എത്തവണ പിടുത്തം കോഴിമുട്ടയിൽ. അപ്പൊ ഡോക്ടർ വിട്ടില്ല. നിക്കവിടെ 2 നീ കൊണ്ടുപോയില്ലേ? 2 ഞാൻ ഒന്ന് കഴിക്കട്ടെ. കോഴിമുട്ടായ കുട്ടിയുടെ കയ്യില്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തല്ലോ? കുട്ടിയുടെ കയ്യിൽ പിടിച്ചു. ചെറിയ കുട്ടിയല്ലേ, കുട്ടി വലിച്ചു. ഡോക്ടർ ഇങ്ങോട്ടും പിടിവലിയായി. ചെറിയ കുട്ടിയല്ലേ, എന്ത് സംഭവിക്കും? കരയാൻ തുടങ്ങി. ഈ കുട്ടി ഇങ്ങോട്ട് വലിക്കുന്നു, ഡോക്ടർ ഇങ്ങോട്ട് വലിക്കുന്നു. കുട്ടി കരയുന്നുണ്ട്. ഈ കരച്ചിട്ട് കേട്ടിട്ടാണ് ഉമ്മ കർട്ടൻ നീക്കിയിട്ട് തല പുറത്തേക്കിട്ട് നോക്കുകയാണ്, എന്റെ മോന് പറ്റിയത്. അപ്പൊ കാണുന്നത് എന്താണ്? ഒരു കോഴിമുട്ടയ്ക്ക് വേണ്ടി ഡോക്ടറും കുട്ടിയും കൂടി പിടിവലി കൂടുന്ന രംഗാണ് കാണുന്നത്. അയ്യേ. ഉമ്മ പറഞ്ഞു, ഡോക്ടറെ 2 നിങ്ങൾ കഴിച്ചില്ലേ, 1 കുട്ടിക്ക് കൊടുത്തൂടെ? അവസരം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോകും. ഓക്കെ, ഗുഡ്സ്, വെരി ഗുഡ്. 2, 4, വെരി ഗുഡ്. ഒന്ന് പരിചയപ്പെടാം പെട്ടെന്ന്. എന്റെ പേര് ബദ്രുദ്ദീൻ, നാട് കുക്കാജാണ്. ഇപ്പോ SKSF ക്യാമ്പസ് വിംഗ് ജില്ലാ കൺവീനറായി വർക്ക് ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ഇർഫാൻ, അടിയാർ, കണ്ണൂർ. എന്റെ പേര് മുഹമ്മദ് മുഫീസ്, മിത്തവയിലെ MCOM അക്കൗണ്ടുള്ള SKSF ക്യാമ്പസ് വിംഗിന്റെ ജില്ലാ കോർഡിനേറ്റർ. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ഷെയ്ഖ് അബ്രഹിമാൻ, ഫസ്റ്റ് BVM പഠിക്കുന്നു, മടങ്കവിൽ സോണിന്റെ സെക്രട്ടറി ആയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുസ്തഫ റായ സജീഫ, ഫസ്റ്റ് BA അക്കൗണ്ടുള്ള. എന്റെ പേര് സഫാന്, മാംഗ്ലൂർ ഗവൺമെന്റ് ITI കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാംഗ്ലൂർ SKSF ക്യാമ്പസിന് ദക്ഷിണ ജില്ലാ പത്രികാ കാര്യദർശി. അസ്സലാമു അലൈക്കും. സജീഫ നടു, എന്റെ പേര് അബ്ദുൽ ഖാദർ, ഫസ്റ്റ് BCom അക്കൗണ്ടുള്ള, കാർമൽ കോളേജ്. നല്ല മിടുക്കരാണ്, നല്ല പ്രഗത്ഭരായ വിദ്യാർത്ഥികളാണ്, എല്ലാവരും പഠിക്കുകയാണ്. ഒന്ന് അടുത്തുന്നുള്ളൂ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നിൽക്കുന്ന പോലെ അണിയൊപ്പിച്ച് സോഫ അടിച്ച് വളരെ അടുത്ത് നിൽക്കട്ടെ. ഈ 7 പേര് ഞങ്ങളൊരു ടീമാണ്. ലീഡർ ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? ലീഡർ ഉണ്ടാവണമെങ്കിൽ ഒരാൾക്ക് ലീഡറാൻ പറ്റുമോ? പറ്റും. അയാളുടെ ലീഡറാണ്, അയാളുടെ ലീഡറാണ്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? സോഷ്യൽ ലീഡറാണ് അല്ലെ? അപ്പോ ഇവിടെ ലീഡർ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ടീം ഉണ്ടാവണം. വെരി ഗുഡ്. ഒരു ടീം ഉണ്ടാവണം അല്ലെ? ഞങ്ങളുടെ ഒരു 7 പേരുള്ള ഒരു ടീമാണ്. ടീം ഉണ്ടായാൽ മാത്രം പോരാ, ടീം കുറെ ആൾക്കൂരുണ്ടായിട്ട് കാര്യമുണ്ടോ? ടീമിന് ഒരു ഓർഗനൈസേഷന്റെ രൂപം ഉണ്ടാവണം അല്ലെ? അതിനെന്ത് വേണം? ആദ്യം എന്ത് വേണം? ലീഡർ വേണം, പിന്നെ ഒരു എയിം വേണം, പിന്നെ ഒരു ലക്ഷ്യം വേണ്ടേ, ഒരു എയിം വേണ്ടേ, പിന്നെ വർക്ക് വേണം അല്ലെ? An organization is combined together to attain a common goal through systematic work. ഇതാണ് ശരിക്കും ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യവസ്ഥാപിതമായ പ്രവർത്തനം കൂടി ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും. An organization is combined together to attain a common goal through systematic. ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അവിടെ പിന്നെ ലക്ഷ്യം ഇതാണ്. ഒരു ചെറിയ ടാസ്ക് അവർക്ക് കൊടുക്കുകയാണ്. എല്ലാവരും വലത് കൈന്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ പൊക്കാവോ?
ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഇതൊന്ന് പിന്നെ പിടിച്ചോളും. ഓക്കെ, ഗുഡ്. റെഡിയാണല്ലോ? വലത് കൈന്റെ ചൂണ്ടുവിരൽ പിടിച്ചോളൂ. പിടിക്കാൻ കണ്ടല്ലോ, താങ്ങി പിടിച്ചോളൂ. ഒരേ ലെവലിൽ പിടിച്ചോളൂ. ഓക്കെ. റെഡിയാണല്ലോ? നല്ല കരുത്തരായ 7 ചെറുപ്പക്കാരാണ്, 7 വിദ്യാർത്ഥികളുള്ളത്. ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കാണ്. ടീമാണ്. പ്ലീസ് ലിസൺ. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇത് താഴ്ത്തണം. ഇത് താഴ്ത്തുക എന്നുള്ളതാണ് ടാസ്ക്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പൈപ്പ് വിരൽ കൊണ്ട് താഴ്ത്തണം. എന്താ, ഒരു വിരലൊക്കെ വെക്കാവോ? വേറെ ഒരു ഡിമാൻഡ് ഉണ്ട്. ഒരേ ലെവൽ വെച്ചു. ഓക്കെ, അങ്ങനെ പിടിച്ചു. അത്ര ഒരു ഡിമാൻഡ് ഉണ്ട്. ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെ മലത്തി വെച്ച ഇങ്ങനെ വിളിക്കാതെ. അങ്ങനെ തന്നെ. യെസ്, കറക്റ്റ്. ചൂണ്ടുവിരലിന്റെ ടച്ച് വിടാൻ പാടില്ല. ഇത് നമ്മുടെ ടാസ്ക് ആണ്. ടാസ്കുമായുള്ള ടച്ച് ഒരിക്കലും വിടാൻ പാടില്ല. ടച്ച് വിട്ടാൽ എന്താവും? ഔട്ടാവും. ഔട്ടായി പിന്നെ അവിടെ പോയിരിക്കണം കേട്ടോ. റെഡിയാണോ? പിടിച്ചോളൂ. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങണേ. ഒരിക്കലും ടച്ച് വിടരുതേ. ടച്ച് വിട്ട മോശമാവും. സ്റ്റാർട്ട്. ടച്ച് വിടരുതേ. ടച്ച് വിട്ടാൽ ഔട്ടോയെ. ടച്ച് വിടരുതേ. ടച്ച് വിട്ടാൽ ഔട്ടാവും. ഓക്കെ. ടച്ച് വിടരുതേ. ടച്ച് വിട്ടാൽ ഔട്ടാവേ. സ്റ്റാർട്ട് പറഞ്ഞ. അയ്യോ ഷടാ. ലക്ഷ്യം എന്താ? എയിം എന്താ? താഴത്തിലാണ്. സംഭവിക്കുന്നത് എന്താ? പൊങ്ങാണ്. ഷടാ, ലക്ഷ്യത്തിന് ഓപ്പോസിറ്റ് ആവോ സംഭവം? ഇത്രയും നല്ല കരുത്തരായ ചെറുപ്പക്കാരുണ്ടായിട്ട്, നല്ല എനർജറ്റിക് ആയ ആളുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് വർക്ക് നടക്കാത്തത്? ഷടാ, എന്താ സംഭവിച്ചത്? യെസ്, ഏറ്റവും പ്രധാനമായി ആദ്യം എന്ത് വേണ്ടിയിരുന്നു? പറഞ്ഞോളൂ. നോ ലീഡർഷിപ്പ്. ഇത്ര ആള് കൂടിയിട്ട് ഒരു ലീഡർ തെരഞ്ഞെടുത്തോ? തെരഞ്ഞെടുത്തോ? അല്ല, അവര് മാത്രമല്ല, നമ്മളൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം. ഇതാക്കാൻ നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ, ഒരു യാത്രയാവട്ടെ, ഒരു സംഘമാവട്ടെ, ഒരു കൂടുതൽ എന്താവട്ടെ, അതിലെന്തുണ്ടാവണം? ഒരു അമീർ ഉണ്ടാവണം. 7 പേരുണ്ടായിട്ട് ഒരു അമീർ ഉണ്ടായോ? ഇല്ല. അമീറെ തെരഞ്ഞെടുക്കണം. അമീറിനെ തെരഞ്ഞെടുത്താൽ, ലീഡർ തെരഞ്ഞെടുത്താൽ പിന്നെ ലീഡർ അനുസരിച്ചോളണം. അസ്തദു അലൈക്കും അബ്ദുൻ അബ്ശിയൻ. നിങ്ങളെ ലീഡർ എത്ര നിസ്സാര, എത്ര ഒരു നീഗ്ര അടിമയാണെങ്കിൽ പോലും തെരഞ്ഞെടുത്താൽ കഴിഞ്ഞാൽ പിന്നെ ലീഡറെ അംഗീകരിച്ചോളണം. അമീർ ഉണ്ടായില്ല, അമീർ ഉണ്ടായ പിന്നെ അനുസരിക്കണം. പിന്നെയോ മാത്രമല്ല, ലക്ഷ്യം നേടാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് അല്ലേ? ഇത് താഴ്ത്താൻ എത്ര സെക്കൻഡ് വേണ്ടി വരും? എത്ര സെക്കൻഡ് വേണം? വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മതി അല്ലേ? പക്ഷെ എന്തുകൊണ്ടാ താഴാത്തത്? എന്താ സംഭവിച്ചത്? സ്കാർസിറ്റി ഓഫ് ലീഡേഴ്സ്. ഗുഡ്. ദെൻ ഫസ്റ്റ്, സെക്കൻഡ്, വേറെന്താ? വെരി ഗുഡ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. ഗ്യാപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു റഹ്മാൻ അറിയാവോ? ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലാഹു തആല മനുഷ്യനെ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ചു. ഇത്ര ആൾ കൂടിയിട്ട് പരസ്പരം മിണ്ടിയില്ല, സംസാരിച്ചില്ല. സംഘടനയിൽ നടക്കുന്ന അതാണ്. എത്ര ആൾ കൂടിയാലും തുറന്ന് സംസാരിക്കുന്നില്ല. നല്ല സംഘടനയാണെങ്കിൽ, നല്ല ലീഡർ ആണെങ്കിൽ തുറന്ന് വർത്തമാനം പറയാൻ കഴിയണം. ഓപ്പൺ മൈൻഡ് ആവണം. തുറന്ന് സംസാരിക്കണം. പരസ്പരം തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് വരുമായിരുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? ആ ലീഡർ ഉണ്ടാവണം. മാത്രമല്ല നന്നായി കമ്മ്യൂണിക്കേഷൻ നടക്കണം. വെരി ഗുഡ്. പിന്നെയോ നിങ്ങൾക്ക് സഹായിക്കട്ടോ? വെരി ഗുഡ്. അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ ലീഡേഴ്സ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ ലീഡേഴ്സ്. അല്ലെ, ഈ ലീഡേഴ്സിനിടയിൽ അല്ലെങ്കിൽ ബിറ്റ്വീൻ ഈ പിന്നെ ഫോളോവേഴ്സ്, അവർക്കിടയിൽ പരസ്പരം എന്തുണ്ടായില്ല? ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായില്ല അല്ലെ? നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് നേരത്തെ ഒരു കോർഡിനേഷൻ ഉണ്ടായില്ല, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായില്ല. വെരി ഗുഡ്. പിന്നെ പ്ലാനിംഗ് ഉണ്ടായില്ല. വെരി ഗുഡ്. പ്ലാനിംഗ്. വർക്ക് തുടങ്ങിയാൽ പോരാ, തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് പ്ലാനിംഗ്. അത്തദ്ബീറു നിസ്ഫുൽ മഈഷ എന്ന റസൂലുള്ളാഹി. പ്ലാനിംഗ് ജീവിതത്തിന്റെ പകുതിയാണ്. അന്നിളാമു അസാസുൽ ഫലാഹ്. വിജയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ക്രമമാണ്, ചിട്ടയാണ്. ആദ്യം ക്രമം ഉണ്ടാക്കണം, ചിട്ട ഉണ്ടാക്കണം, പ്ലാനിംഗ് ഉണ്ടാക്കണം. തോമസ് ആൽവ എഡിസൺ പറഞ്ഞു, ഒരു വർക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയത്തിന്റെ 75-80% ഞാൻ പ്ലാനിങ്ങിന് എടുക്കുന്നത്. പ്ലാനിങ് വളരെ പ്രധാനമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പ്ലാനിങ്. പ്ലാനിങ്ങിന് സമയം കണ്ടെത്തിയില്ല. പിന്നെയോ ഓരോരുത്തരും എന്താ ചിന്തിച്ചത്?
വെരി ഗുഡ്. എന്റെ ടച്ച് വിടാൻ പാടില്ല, എന്റെ ടച്ച് വിടാൻ പാടില്ല, ഞാൻ ഔട്ടാവാൻ പാടില്ല. അവനവന്റെ ഈഗോ തെളിയിക്കാനുള്ള ശ്രമമായി സംഘടനാ പ്രവർത്തനം മാറിയാൽ എന്താ സംഭവിക്കുക? ഔട്ടായി പോവും, മൊത്തം ഔട്ടാവും. പൊതുലക്ഷ്യം എന്താണ്? മൊത്തം താഴത്തിലാണ്. അല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചെന്താണ്? എന്റെ ലക്ഷ്യം അല്ലെ, അവനവന്റെ ലക്ഷ്യമാണ് നമ്മൾ തീരുമാനിച്ചത്, നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ പ്രവർത്തിച്ചത്. പക്ഷെ ഇവിടെ കിടക്കുന്ന എന്താണ്? പൊതുലക്ഷ്യമാണ് അല്ലെ. കോമൺ ഗോളിന് പകരം പേഴ്സണൽ സെൽഫിഷ് ആയി കഴിഞ്ഞാൽ, പേഴ്സണൽ ഗോളിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ മൊത്തം സംഘടനയ്ക്ക് ക്ഷീണം വരും. അപ്പോഴാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. എന്റെ ഇടം, എന്റെ കസേര, എന്റെ സ്ഥാനം, ഞാൻ അവനവന്റെ ഈഗോ എന്ന തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ സംഘടന നശിക്കുന്നു. കുടുംബത്തിലുണ്ടാകുന്ന കുഴപ്പമാണ്, സംഘടനയിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് കൊണ്ടാണ്, സമൂഹത്തിൽ അനയിക്കേണ്ടാകുന്നത് കൊണ്ടാണ്. അവനവന്റെ ഈഗോ എന്ന് പറഞ്ഞാൽ യുഗോ എന്നാണ്. യുഗോ. അതുകൊണ്ട് ഈഗോ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് വിറ്റുകഥ ഒരുമിച്ച് കൂടാൻ പറ്റൂ, ഒന്നിച്ച് നിന്നാൻ പറ്റും. എല്ലാ പ്രവർത്തനത്തിന്റെയും ഇപ്പൊ കുടുംബത്തിൽ എങ്ങനെയാണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ ആരും താഴാൻ തയ്യാറല്ല, ഒരാളും തയ്യാറില്ല. ഇവിടെ നിൽക്കുമ്പോൾ ആരും കൈ താഴ്ത്താൻ തയ്യാറാവുന്നില്ല. കാരണം എന്താ? ഞാൻ താഴ്ത്തിയാൽ ഞാൻ ഔട്ടാവും അല്ലെ. എല്ലാവർക്കും ഒരുമിച്ച് താഴ്ത്താമായിരുന്നു. ഓക്കെ, ഗുഡ്സ്. പിന്നെ നടന്നേണ്ട. ഓക്കെ, ഗുഡ്സ്. കൺഗ്രാജുലേഷൻ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗുഡ്സ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ലീഡറുടെയും സംഘടനാ പ്രവർത്തനത്തെയും വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റി ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സമയം എത്രയുണ്ട്? ബാങ്കുകൊടുത്താൽ നിർത്തണല്ലേ? ബാങ്കുകൊടുത്താൽ നിർത്തണല്ലേ? ഓക്കെ, എത്ര ടൈമുള്ളത്? 12:30. സോറി, 45. 12:45. ഓക്കെ, ഗുഡ്. ഓക്കെ, സ്റ്റെപ്പ് ടു സൗണ്ട് ലീഡർഷിപ്പ്. ഇത് പെട്ടെന്ന് പറയുക, ടൈമില്ല. ഹാവ് എ വിഷൻ. ഒരു വിഷൻ ഉണ്ടാവണം അല്ലെ. ഇവിടെ വന്ന് കൂടുമ്പോ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു വിഷൻ മനസ്സിലാവണം. ലീഡർക്ക് ആദ്യം ഉണ്ടാവേണ്ടതാണ് വിഷനാണ്. വിഷൻ ഇല്ലെങ്കിൽ വിത്തൗട്ട് വിഷൻ ആക്ഷൻ ഉണ്ട്, വിഷനില്ല. ആക്ഷൻ വിത്തൗട്ട് വിഷൻ. പണിയെടുക്കുന്നുണ്ട്, വിഷനില്ല എങ്കിൽ എന്താണ്? കൺഫ്യൂഷൻ ഉണ്ടാവും. ആക്ഷൻ ഉണ്ട് പക്ഷെ വിഷനില്ല, അപ്പൊ അതിന്റെ പ്രതിഫലം എന്തായിരിക്കും? കൺഫ്യൂഷൻ ആയിരിക്കും. എന്താ വേണ്ട ശരിക്ക്? വിഷൻ വിത്ത് ആക്ഷൻ. വിഷൻ വിത്ത് ആക്ഷൻ. മൂന്നാമത് സാധനമുണ്ട്, എന്താന്ന് പറയാമോ? വിഷൻ വിത്തൗട്ട് ആക്ഷൻ. ആക്ഷൻ ഇല്ല, എന്ത് മാത്രമുണ്ട്? വിഷൻ മാത്രമുണ്ട്. വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും, ഉട്ടോപ്യൻ ആശയങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, വലിയ ആശയങ്ങൾ ഉണ്ടാവും. പക്ഷെ വർക്ക് എടുക്കണില്ല. വല്ല കാര്യമുണ്ടോ? എത്രയോ ആശയങ്ങൾ ഓരോരുത്തരും തലയിലുള്ളത്. ഈ ആശയങ്ങൾ മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? ആശയം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ വിഷൻ ഉണ്ടാവണം, ഒപ്പം ആക്ഷൻ ഉണ്ടാവണം. ഡെവലപ്പ് എ മിഷൻ, ബിൽഡ് യുവർ ടീം. യെസ്, ഇവിടെ നോക്ക്, ഇത് വെച്ച് ചെയ്യാം. വിഷൻ ഉണ്ടാവണം, ടീമുണ്ടല്ലോ അല്ലെ, ആ ടീമിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെയോ ഫിക്സ് ഗോൾസ്, ലക്ഷ്യം ഫിക്സ് ചെയ്യണം. എന്താണോ നമ്മൾ ചെയ്യാനുള്ള ലക്ഷ്യം അത് ലീഡർ ഫിക്സ് ചെയ്യണം. ഇവിടെ ലക്ഷ്യം എന്തായിരുന്നു? ആ താഴത്തിലായിരുന്നു അല്ലെ. ലക്ഷ്യം ഫിക്സ് ചെയ്യണം. നെക്സ്റ്റ്, ഡ്രോ എ പ്ലാൻ. പ്ലാൻ കൃത്യമായി വരക്കണം. എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ് എന്നാണ്. സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ്. എന്റെ മൈൻഡിൽ കണ്ടിട്ടാണ് തുടങ്ങേണ്ടത്. ഈ ക്യാമ്പ് പ്ലാൻ ചെയ്യുന്ന ഇതിന്റെ ഭാരവാഹികൾ ആദ്യം ഇതിന്റെ അവസാനിക്കുമ്പോ ഈ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് എന്ത് കിട്ടണം, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അത് കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോഴാണ് ഇത് ഫലപ്രദമായ പ്ലാനിംഗ് ആയി മാറുന്നത്. ആക്ഷൻ ഓൺ യുവർ പ്ലാൻ. പിന്നെ പ്ലാൻമേൽ വർക്ക് ചെയ്യാം. പിന്നെ ഇവാലുവേറ്റ്. ശേഷം എന്ത് ചെയ്യാം? വർക്കുകളെ കുറിച്ചുള്ള ഇവാലുവേഷൻ, ഫീഡ്ബാക്ക്. ഓക്കെ, നോക്കൂ, നമ്മളിവിടെ ചെയ്തൊരു ആക്ടിവിറ്റി വെച്ചിട്ടുള്ള ചില ചിന്തകളാണ്. എന്താ സംഭവിച്ചത്? ഡിഫറൻസ് ഇൻ ട്യൂൺ അല്ലെ. ഇവർ ഓരോരുത്തരും ഒരേ അവസരത്തിൽ ഒരേ ലക്ഷ്യത്തിലാണ് ട്യൂണിലാണ് ഉണ്ടായത്? അല്ല, ഡിഫറെന്റ് ട്യൂണിലാണ് ഉണ്ടായത്. ഡോണ്ട് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ പറഞ്ഞു പരസ്പരം എന്തായില്ല, തിരിച്ചറിഞ്ഞില്ല. ലാക്ക് ഓഫ് കോംപ്രമൈസ്. ആരും കോംപ്രമൈസ് തയ്യാറായില്ല അല്ലെ. കോംപ്രമൈസിന് ആരും തയ്യാറല്ല, നിന്നിടത്ത് നിന്നു. പിന്നെയോ വീക്കർ കമ്മ്യൂണിക്കേഷൻ അല്ലെ. കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. നോ
തിങ്കിങ് ആൻഡ് റീഷേപ്പിംഗ്. ഇനി ഇത് വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചിന്തിച്ചോ? ഇല്ല, അവിടെയും കുഴപ്പമുണ്ടായി. മാത്രമല്ല നെഗ്ലക്റ്റിംഗ് ടാലന്റ്. ടാലന്റുകൾ അവഗണിക്കുന്നു. പലപ്പോഴും എല്ലായിടത്തും നടക്കുന്നതാണ്. മറ്റുള്ളവരുടെ ടാലന്റുകൾ നെഗ്ലക്ട് ചെയ്യുന്നു. ഡോണ്ട് വർക്ക് ഫോർ എ ബെറ്റർ റിസൾട്ട്. ബെറ്റർ റിസൾട്ടിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആ റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. അവനവന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫോർഗെറ്റിംഗ് അതേഴ്സ് ഫീലിംഗ്. മറ്റുള്ളവരുടെ ഫീലിംഗ് മറക്കുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ടീം എന്താവുന്നത്? അൺബ്രില്യന്റ് മോഡൽ ആവുന്നത്. അത് ലീഡർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഇനി ഒരു ലീഡർ ചെയ്യേണ്ട എന്താണ്? ഡോണ്ട് വെയിറ്റ്, ഡു ഇനിഷ്യേറ്റീവ്. വെയിറ്റ് ചെയ്യരുത്, ഇനിഷ്യേറ്റീവ് എടുക്കുക. തുടക്കത്തിൽ പറഞ്ഞു അല്ലെ, മുൻകൈ എടുക്കുക, മുന്നോട്ട് വരിക. നല്ല കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു കരുത്തുണ്ടാവണം. പോരാ, കോൺഫിഡൻസ്, ഓൾവേസ് ഡ്രീമിംഗ്. കോൺഫിഡൻസ്. എന്താ കോൺഫിഡൻസ്? വാട്ട് ഈസ് കോൺഫിഡൻസ്? എന്ത് വിശ്വാസം? ദൃഢവിശ്വാസം. ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം അല്ലേ? ഓക്കെ, ഗുഡ്. എനിക്കൊരു ചെയർ തരാമോ? ഒരു കാലി ചെറുമനാ ചെയർ ആളുണ്ടോ? ഒരു ചെയർ ബാക്ക്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. എന്താ മോന്റെ പേര്? കം. നല്ല മിടുക്കനാണല്ലോ. എന്താ പേര്? ഷമീർ. ഷമീർ, ഗുഡ്. ഒരെണ്ണം കൂടി കൊണ്ടുവരാമോ ഷമീറെ? നോക്കാം നമുക്ക്. കോൺഫിഡൻസ് എന്താണ്? ഒരു ലീഡർ ഓൾവേസ് ഡ്രീമിംഗ്. ഡ്രീം എന്താണ്? ഡ്രീം എന്താണ്? സ്വപ്നം, എയിം അല്ലേ? APJ അബ്ദുൽ കലാം പറഞ്ഞ ഡ്രീം എന്താണ്? ഉറങ്ങുമ്പോൾ കാണുന്നതാണോ സ്വപ്നം? അല്ല, പിന്നെയോ? നിങ്ങളുടെ ഉറക്കം കേൾക്കുന്നതാണ് സ്വപ്നം. അതാണ് അബ്ദുൽ കലാം പറഞ്ഞത്. ഒരെണ്ണം കൂടി കൊണ്ടുവരാമോ? ഒരു ചെയർ കൂടി. ഓക്കെ, ഗുഡ്. താങ്ക് യു. ഒരു ലീഡർക്ക്, ഒരു സംഘടനാ പ്രവർത്തകന്, ഒരു നല്ല വിദ്യാർത്ഥിക്ക്, ഒരു നല്ല മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് കോൺഫിഡൻസ്. എന്താ കോൺഫിഡൻസ് നോക്കാം. പലപ്പോഴും നമുക്ക് പറ്റും, നമുക്ക് ചെയ്യാൻ കഴിയും, പക്ഷെ പറ്റില്ല എന്ന പല തെറ്റായ ധാരണയാണ് ഉണ്ടാവുന്നത്. നോക്കാം. ഈ ചെയർ, ഈ ആക്ടിവിറ്റി നിങ്ങൾ അവിടുന്ന് ചെയ്യരുതേ, ഇവിടെ വന്നിട്ട് ചെയ്യാവോ? ഞാൻ ചെയ്യുന്നതിനിടയിൽ പിന്നെ നിങ്ങൾ എടുത്ത് നോക്കരുത്. ഈ ചെയർ ഞാൻ എന്റെ കൈകൊണ്ട് പൊക്കുന്നുണ്ട്. അറിയാം, നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡിന്റെ ലിറ്റിൽ ഫിംഗർ ഉണ്ടല്ലോ, ഇവിടെ പോണെങ്കിൽ വേറെ ടൈം എടുക്കും അല്ലേ? പറഞ്ഞ കേൾക്കാം. പറഞ്ഞ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ലേ? അബദ്ധം പറ്റിപ്പോ. നേരത്തെ ഡോക്ടർക്ക് പറ്റിയ അബദ്ധം പറ്റും. ഞാൻ ഇടത് കൈകൊണ്ട് ഇത് പൊക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡിന്റെ ലിറ്റിൽ ഫിംഗർ ഉണ്ടല്ലോ, ചെറിയ വിരല് അല്ലേ? ഈ ചെറിയ വിരല് കൊണ്ട് എന്ത് ചെയ്യണം? ഇത് പൊക്കണം. എവിടെ വരെ പൊക്കണം എന്നറിയാമോ? ചെവിയുടെ വരെ പൊക്കണം. അങ്ങനെ പൊക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവര്, അങ്ങനെ പൊക്കാൻ കഴിയുമെന്ന് പൊക്കി നോക്കരുതെന്ന് പറഞ്ഞു. പൊക്കാൻ കഴിയുമെന്ന് 100% ഉറപ്പുള്ളവരെന്ന് പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ഉറപ്പ് വേണം. ഇവിടുന്ന് വഷളാൻ പറ്റില്ല, ഇവിടെ വന്ന് വഷളാൻ പറ്റില്ല. ചെയ്യേണ്ടി വരും. ഓക്കെ, താഴ്ത്തിക്കോളും. പറ്റില്ല എന്നുള്ളവര് ഒരാളേ ഉള്ളൂ പറ്റില്ല എന്നുള്ളവര്, രണ്ടാണല്ലോ. അപ്പൊ കുറെ പേര് പിന്നെ കൈ താത്തായിരുന്നല്ലോ. മോശമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഒന്നുകിൽ ഉണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. രണ്ടും കൂട്ടിയിട്ട് ഉണ്ടില്ല എന്ന് പറയരുത്, മോശമാണ്. ഒന്നുകിൽ ചോറ് എന്ന് പറയാ, അല്ലെങ്കിൽ കഞ്ഞി അറിയില്ല, കഞ്ഞി എന്ന് പറയാ. രണ്ടും കൂട്ടിയിട്ട് ചൊറിഞ്ഞി എന്ന് പറയരുത്, അത് മോശമാണ്. എന്തെങ്കിലും ഒരു നിലപാട് വേണം. മാർഗരറ്റ് താച്ചർ പറഞ്ഞു, നടുറോഡിൽ നിൽക്കാൻ പാടില്ല. ആ പക്ഷത്തോ ഈ പക്ഷത്തോ. ചില ആൾക്കാർ പറയും എനിക്കൊരു പക്ഷമില്ല, നിഷ്പക്ഷമാണ്. അങ്ങനെ ഒരു പക്ഷമില്ല. ഒരു പക്ഷത്ത് നിൽക്കാൻ കഴിയണം അല്ലേ? ഒരു നിലപാട് വേണ്ടേ? നമ്മൾ SKSFകാരല്ലേ, എന്ത് വേണം? ആ ഒരു നിലപാട്, സ്റ്റാൻഡ് വേണം. രണ്ടിന്റെ അടിയിൽ ഒരു മോശമല്ലേ സ്റ്റാൻഡ്. ഒരു കാര്യം ചെയ്യാം. ഇനി പറ, നിങ്ങളിൽ എത്ര പേർക്ക് ഈ 2 ചെയർ കൂടിയിട്ട് ഈ ചെറിയ വിരലുകൊണ്ട് പൊക്കാൻ കഴിയും?
ചെയ്യാൻ പറ്റുന്ന ഉറപ്പിടൽ മാത്രം ഇവിടെ ചെയ്യിക്കും, വഷളാൻ പറ്റില്ല. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഗ്രൂപ്പ് എ ഗ്രൂപ്പാണ്, ഇത് ബി ഗ്രൂപ്പാണ്. നിങ്ങൾ മോശമാകുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, താഴ്ത്തിക്കോളൂ. ഓക്കെ, പറ്റില്ല എന്നുള്ളൊരു കൈബുക്ക്. ഓ നിലപാടുണ്ടല്ലോ ഇപ്പൊ അല്ലേ? വെരി ഗുഡ്. ഓക്കെ ഓക്കെ, പ്ലീസ് കം. കുറെ നേരം മുന്നിലിങ്ങനെ ഇരിക്കണം, നല്ല ചിരിക്കുന്നുണ്ട്, മിടുക്കനാണ്. ഞാൻ കണ്ടപ്പോഴേ വന്നപ്പോഴേ നോട്ട് ചെയ്യുന്നത്. എന്താ പേര് പറഞ്ഞേ? യൂനുസ്. യൂനുസ്, ഗുഡ്. യൂനുസ് എന്താ ചെയ്യുന്നത്? പ്ലീസ് ഒന്ന് പരിചയപ്പെടും. എന്റെ പേര് മുഹമ്മദ് യൂനുസ്. ഞാൻ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. യൂനുസ്, ഈ വിരലുകൊണ്ട്, ലിറ്റിൽ ഫിംഗർ കൊണ്ട് ഇത് പൊക്കാൻ കഴിയുമല്ലേ? ഇല്ല. കേട്ടോ നിങ്ങള്? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഇല്ല. ഇല്ല. കേട്ടോ? കേട്ടില്ല? ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞു. ഇല്ല, പറ്റില്ല. ഇല്ല, പറ്റില്ല. കേട്ടില്ലേ? കേട്ടോ? ഓക്കെ. യൂനുസ്, യു ക്യാൻ. ഓക്കെ. തക്ബീർ. വെരി ഗുഡ് ഗുഡ് ഗുഡ്. ഹൈവാ. യൂനുസ് ചോദിക്കട്ടെ, ഇനി പറ്റുമല്ലേ? പറ്റും. ഒന്നുകൂടെ വെച്ചത് പറ്റുമല്ലേ? പറ്റും. ഷോടാ, എത്ര പെട്ടെന്ന് നിലപാട് മാറിയത് അല്ലേ? സെക്കൻഡുകൾ കൊണ്ട് നിലപാട് മാറി. എന്താ കുഴപ്പം? പൊക്കിയല്ലോ. പറ്റാത്തവരാണ് നമുക്ക് വേണ്ടത്, പറ്റാത്തവരാണ് വേണ്ടത്. ചെവിയിലെത്തിയില്ലേ? ചെവിയിലെത്തിയില്ലേ? ഇതുവരെയല്ല ചെവി തന്നെ. എന്നാലും പൊക്കാൻ ഞാൻ പൊക്കൂല തന്നെ അർത്ഥം. ഇതുവരെ പൊക്കുള്ളൂ. ചെവി തന്നെ ഏതാ? ഈ ഭാഗം ചെവിക്ക് തന്നെ പറഞ്ഞേ. എത്തില്ലേ? കഴിയും. ഈ എവിടെയാണോ നെഗറ്റീവ് ഉള്ളത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവമാണ്. യൂനുസ് നോക്ക്, എന്താ വിഷയം എന്നറിയോ? ഇത് പൊക്കാൻ നമുക്ക് പറ്റുമല്ലേ? പറ്റും. പക്ഷെ നമ്മളെ തിങ്കിങ് ലെവൽ എന്താണ്? നമ്മളെ ലിമിറ്റിംഗ് ബിലീഫ് എന്താണ്? പറ്റില്ല എന്നാണ്. എന്താ കാര്യം? നമ്മുടെ ന്യൂറോണുകൾ ബ്ലോക്ക് ആയി പോവാണ്. ഒരു കാര്യം ചിന്തിക്കുമ്പോഴേക്കും ഈ ചെറിയ വിരൽ കൊണ്ട് ഇത്ര വെയിറ്റുള്ള ചെയർ താങ്ങാൻ മാത്രം, പൊക്കാൻ മാത്രമുള്ള കഴിവ് എനിക്കില്ല എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു. ലിമിറ്റിംഗ് ബിലീഫ്. ആ ലിമിറ്റിംഗ് ബിലീഫാണ്, ആ ബിലീഫാണ് പലപ്പോഴും നമ്മെ എന്ത് ചെയ്യുന്നത്? ഇനീഷ്യേറ്റീവിൽ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്. കഴിയാത്തതുകൊണ്ടല്ല. A+ വാങ്ങാൻ കഴിയുമെന്ന് വെച്ചാൽ കുട്ടികൾ പറയുമേ എനിക്ക് പറ്റില്ല. എന്താ കാരണം? A+ വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കണോ യൂനുസേ? കുറച്ചു നേരം നിൽക്കാവോ? ഓക്കെ, കുറച്ച്. പിന്നെ A+ വാങ്ങാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? A+ന് വേണ്ടി അവർ മെനക്കെട്ടില്ല, അധ്വാനിച്ചില്ല. A+ന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. യൂനുസിന് ഇനി ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിയുന്നു അല്ലേ? സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് യൂനുസിന് കഴിയും. പക്ഷേ ആദ്യം കഴിയില്ല എന്ന് പറയാൻ കാര്യം എന്താ? യൂനുസ് ചെയ്തു നോക്കിയില്ല അല്ലേ? എന്തുകൊണ്ടാണ്? ചെയ്യാൻ കഴിഞ്ഞിട്ടും കഴിയുന്നത് അതുകൊണ്ടാണ്. കോൺഫിഡൻസിന്റെ അഭാവമാണ്. കോൺഫിഡൻസ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ നമുക്കുള്ള വിശ്വാസമാണ്. ആ ഒരു വിശ്വാസമാണ്, വിശ്വാസത്തിൽ നിന്നാണ് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, ഗുഡ്. യൂനുസ്, താങ്ക് യു. മനസ്സിലായല്ലോ? എൻജോയ് ദ ടാസ്ക്, ഡോണ്ട് സഫർ. ടാസ്ക് എന്താണ്? എൻജോയ് ചെയ്യണം. കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണം. കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇഷ്ടപ്പെട്ട് ചെയ്യണം. പഠിക്കുന്നത് ഇഷ്ടപ്പെട്ട് പഠിക്കണം, ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യണം, എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അത് നിലനിൽക്കുക. ഇന്നർ മോട്ടീവായി മാറുക, ഉള്ളിൽ നിന്ന് താല്പര്യത്തോടെ വരിക. ഓക്കെ. ഐഡന്റിഫൈ ദ പിയർ സപ്പോർട്ട്സ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഇതിന് പറ്റിയ സമാന മനസ്കരായ പിയർ ഗ്രൂപ്പിനെ നമ്മൾ തിരിച്ചറിയണം. അത് മനസ്സിന്റെ പവർ കൊണ്ട്, മനസ്സിന്റെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഒന്നിച്ചുകൂടും. ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നോ ഏറെക്കറെ ഒരുമിച്ച് കൂടും. നമ്മുടെ പിന്നെ റോഡ് സൈഡിലൊക്കെ പിന്നെ ഇത്തിരി മോശമായ കുട്ടികളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് വരും അല്ലെ? കുറെ ദൂരം നിന്നാണെങ്കിലും കുറച്ച് മോശമല്ല, കാരാക്കോസ് കമ്പനി എന്നല്ല പറയുന്നത്, മോശം കമ്പനികൾ എന്ത് ചെയ്യും ഒരുമിച്ച്. നല്ല ടീം, നമ്മൾ നല്ല ടീം ആയതുകൊണ്ട്, SKSന്റെ വർക്കർമാരായതുകൊണ്ട് നമ്മൾ മനസ്സ് ഒരേപോലെ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നു. ഒരേ തരത്തിൽ ചിന്തിക്കുന്നവർ ഒരുമിച്ച് കൂടുന്ന ഒരു മനസ്സിന്റെ ഒരു തത്വമാണ്. അപ്പൊ അതിന് നമ്മളെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന പിയർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. മേക്ക് അതേഴ്സ് അട്രാക്റ്റഡ് ആൻഡ് സപ്പോർട്ട് ചെയ്യും. മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു,
ഒരു വിരല് കൊണ്ട് നിയന്ത്രിക്കാവുന്ന രൂപത്തിലേക്ക് ലീഡർ എന്ന പോലെ നമ്മൾ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കരുത്തുണ്ടാവണം. ഓക്കെ, ഗുഡ്. ഇന്നർ മോട്ടീവ്, ആന്തരികമായൊരു കരുത്ത്, അന്തച്ഛോദന, ഉള്ളിൽ നിന്നുള്ള കരുത്തുണ്ടാവണം. ബെറ്റർ ഫീഡ്ബാക്ക്, എപ്പോഴും ഫീഡ്ബാക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഫീഡ്ബാക്ക്, ഫെയിലർ ഇല്ല. സംഘടനാ രംഗത്ത് ലീഡർഷിപ്പിൽ ഫെയിൽ എന്നില്ല. എന്താ ഫെയിൽ എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാം പറഞ്ഞത്? ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ്. ഫെയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ആദ്യത്തെ ലേണിംഗ് ആണ്, പരാജയമല്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ആദ്യത്തെ ശ്രമമാണ്. ലേണിംഗിലെ പഠനത്തിലെ ഒന്നാമത്തെ തലമാണ്, അല്ലാതെ ഫെയിൽ എന്നല്ല. അതുകൊണ്ട് ഫീഡ്ബാക്ക് ആണുള്ളത്, ഫെയിൽ ഇല്ല. ഓക്കെ, ഈ പിക്ചർ നോക്ക്, കാണുന്നുണ്ടോ? കാണാവോ? ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കേ, ഐ വോണ്ട് ഡു ഇറ്റ് അല്ലേ? പലപ്പോഴും നമ്മൾ അങ്ങനല്ലേ, ഈ ചെയർ പൊക്കാൻ വന്നപ്പോ എന്താ പറഞ്ഞത്? ഐ വോണ്ട് ഡു ഇറ്റ് അല്ലെ? അധിക പേരും ഐ വോണ്ട് ഡു ഇറ്റ്. പിന്നെ ഐ കാൻ ഡു ഇറ്റ്, എനിക്ക് കഴിയില്ല, ഐ കാൻ ഡു ഇറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പിനുമ്പോഴേക്കും ഐ വാണ്ട് ടു ഡു ഇറ്റ്, എനിക്കിത് ചെയ്യണമെന്നുണ്ട്. ഫോർത്ത് സ്റ്റെപ്പിലെപ്പോഴും ഹൗ ടു ഡു ഇറ്റ്, എങ്ങനെയാണ് ഇത് ചെയ്യാൻ. ഐ വിൽ ട്രൈ ഡു ഇറ്റ്, ഇൻഷാ അല്ലാ ഐ വിൽ ട്രൈ, ഞാനിത് ശ്രമിച്ചു നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പോഴേക്കും ഒരു കോൺഫിഡൻസ് വന്നു, ഐ ക്യാൻ ഡു ഇറ്റ്. യെസ്, ഐ വിൽ ഡു ഇറ്റ്, പവർഫുൾ ആയ ഒരു കോൺഫിഡൻസ്, ഐ വിൽ ഡു ഇറ്റ്, ഞാനത് ചെയ്തിരിക്കും. യെസ്, ഐ ഡിഡ് ഇറ്റ്. ഓക്കെ, ഇവിടെ വന്നിട്ട് യൂനിസ് വന്നിട്ട് ആദ്യം ഐ വോണ്ട് ഡു ഇറ്റ്, am I right യൂനിസ്? അവസാനത്തെ സ്റ്റെപ്പ് എത്തിയപ്പോൾ യെസ് ഐ ഡിഡ് ഇറ്റ്. ആ തലത്തിലേക്ക് ലീഡർഷിപ്പ് ഓരോ സ്റ്റെപ്പും ഉയർന്നുയർന്ന് മുകളിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ വർക്കുകൾ മാറാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, വാട്ട് മോസ്റ്റ് പീപ്പിൾ തിങ്ക്, വിൻ ഓർ ഫെയിൽ അല്ലേ? തോൽവി അല്ലെങ്കിൽ വിൻ അല്ലേ? വിൻ ഓർ ഫെയിൽ, ജയം അല്ലെങ്കിൽ തോൽവി, ഇത് രണ്ടും നമ്മുടെ അജണ്ടയിലുള്ളൂ. ഒന്നുക്ക് ജയിക്കും അല്ലെങ്കിൽ തോൽക്കും. അത് സാധാരണ ജനങ്ങളുടെ അധിക ആളുകളുടെയും വിചാരമാണ്. പക്ഷേ വാട്ട് സക്സസ്ഫുൾ പീപ്പിൾ നോ, ഫെയിൽ ചെയ്താൽ വീണ്ടും തോറ്റാലും അവസാനം വിജയിക്കുന്ന, തോൽവി എന്നൊന്നില്ല, ഓൺലി ഫീഡ്ബാക്ക്. എല്ലാം ഫീഡ്ബാക്കുകളാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ്. തോൽവി എന്ന സംഭവം തന്നെയില്ല. നിങ്ങൾ പരാജയപ്പെട്ടാലും അത് പരാജയമല്ല, അത് ആദ്യത്തെ ഫീഡ്ബാക്ക് ആണ്. അതിലൊന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും അത് വർക്ക് ചെയ്ത് നോക്കിയാൽ അവസാനം എത്തുന്നിടമാണ് വിൻ എന്ന് പറയുന്നത്. ഓക്കെ, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു, ഇഫ് യു കാൻ ഫ്ലൈ ദെൻ റൺ. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടണം. ഇഫ് യു കാൻ റൺ ദെൻ വാക്ക്. നിങ്ങൾക്ക് ഓടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നടക്കെങ്കിലും വേണം. ഇഫ് യു കാൻ വാക്ക് ദെൻ കോൾ. നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇഴഞ്ഞിട്ടെങ്കിലും ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ബട്ട് വാട്ട് എവർ യു ഡു, നിങ്ങൾ എന്ത് ചെയ്താലും യു ഹാവ് ടു കീപ് മൂവിംഗ് ഫോർവേഡ്. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. എത്ര മനോഹരമായ വാക്കുകൾ. നിങ്ങൾക്ക് പറക്കാൻ കഴിയും, നിങ്ങൾ പറക്കണം. പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടിയിട്ടെങ്കിലും എത്തണം. ഓടാൻ കഴിഞ്ഞില്ലെങ്കിലോ നടന്നിട്ടെങ്കിലും ലക്ഷ്യത്തിലെത്തണം. നടക്കാൻ നിങ്ങൾ കഴിയില്ലെങ്കിലോ ഇഴഞ്ഞിട്ടെങ്കിലും ലക്ഷ്യത്തിലെത്തണം. എന്ത് ചെയ്താലും എന്ത് വന്നാലും നിങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കണം. നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വേണം. അതാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മനിസ്തവാ യൗമാഹു ഫഹുവ മഅബൂൻ. ഒരാളുടെ 2 ദിവസങ്ങൾ ഒരേപോലെയായാൽ അവന് അക്കിടി പറ്റിയിരിക്കുന്നു, അവന് നഷ്ടം വന്നിരിക്കുന്നു. അവന് ഒരേപോലെ ആവാൻ പാടില്ല. മൂവ്മെന്റ് ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം, പുരോഗതി ഉണ്ടാവണം, ഡെവലപ്മെന്റ് ഉണ്ടാവണം, ഗ്രോത്ത് ഉണ്ടാവണം. ഇന്നത്തേനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നാളെ സാധിക്കണം. പുതിയ ഒരു എൽമ പഠിക്കാൻ, പുതിയ ഒരു കാര്യം ചെയ്യാൻ, പുതിയൊരു അമലിലേക്ക് വരാൻ, ഒരു നന്മയുടെ ഭാഗമാവാൻ, പുതിയ ഉപകാരങ്ങൾ മറ്റവർക്ക് ചെയ്യാനുള്ള ഒരു കരുത്തില്ലെങ്കിൽ, ഇന്നിന്റെ ഫോട്ടോസ്റ്റാറ്റാണ് നാളെങ്കിൽ
അതിന്റെ ബാക്കി പത്രമാണ് മറ്റന്നാളെങ്കിലും ഒരിക്കലും പുരോഗതിയില്ല എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അവന് അക്കിടി പറ്റിയിരിക്കുന്നതാണ്. ഓക്കെ, ഹലോ, ഇവിടെ ഉണ്ടോ? ഇനി ഒരു ഗെയിം ആയാലോ? കുറെ നാളിൽ ഇരിക്കണ്. ആരോ റെഡി? ഓക്കെ, സ്റ്റാൻഡപ്പ്. ഓക്കെ, ഇരുന്നോളൂ. ഇങ്ങനെയാണ് ഗെയിം. ഞാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. സിഡോൺ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പാടില്ല. ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞാൽ കൈവക്കാൻ പാടില്ല. പിന്നെന്താണെന്നറിയാമോ? ടോം സേസ് എന്ന് പറയാം. തൽക്കാലം ടോം ആണ് പറയാം. ടോം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. അപ്പൊ ടോം വരില്ല. ഞാൻ പിന്നെ ഒരു സിമ്പിൾ പ്രസന്റിൽ പറയാം. ടോം സേസ് സ്റ്റാൻഡപ്പ്, ടോം സേസ് സിറ്റ് ഡൗൺ. അങ്ങനെ പറഞ്ഞാൽ ആ കമാൻഡ് അനുസരിക്കണം. ആർ റെഡി? മനസ്സിലായോ? അല്ലാതെ സ്റ്റാൻഡപ്പ് തന്നെ എന്താവും? ഔട്ടായി പോകും. റെഡിയാണല്ലോ? ഇനി അഥവാ ആരെങ്കിലും ഔട്ടായില്ലേ, കള്ളത്തരം പറയരുതേ. പ്രവാചകൻ പറഞ്ഞു, ആയത്തുൽ മുനാഫിക്ക് സലാസത്തുൻ, മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ 3. ഒന്ന്, ഇതാ അഹദസ കദിബ, കള്ളത്തരം പറയലാണ്. അപ്പൊ ഒരു ഗെയിമിന് വേണ്ടി കള്ളത്തരം പറയണ്ടല്ലോ. അഥവാ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രൊമോഷൻ കിട്ടാണ്. പിന്നെ അവരെന്താണെന്നറിയോ? അവർ ജഡ്ജസ് ആണ്. ബാക്കിയുള്ളവർ ആരൊക്കെയാണ് പോകത്ത് നോക്കുന്ന ആളുകളാണ്. റെഡി? ഓക്കെ, റെഡിയാണോ? ഓക്കെ, സ്റ്റാൻഡപ്പ്. മനസ്സിലായല്ലോ? സ്റ്റാൻഡപ്പ് എന്ന് നിന്നാൽ എന്താവും? ഔട്ടാവും. അത് ട്രയലായിരുന്നു. ഇനി തുടങ്ങാണ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞതിനിടയിലാണ് ഈ ഗെയിം കേട്ടോ. അത് കഴിഞ്ഞാൽ സാധാരണ ക്ലാസ്സിലേക്ക് വരും. റെഡിയാണല്ലോ? തുടങ്ങിയിരുന്നേ. സ്റ്റാർട്ട്. ടോം സേസ് സ്റ്റാൻഡപ്പ്. ഓക്കെ, ഗുഡ്. ടോം സേസ് സിറ്റ് ഡൗൺ. ടോം സേസ് സ്റ്റാൻഡപ്പ്. സിറ്റ് ഡൗൺ. ഇരുന്നാലൊക്കെ പോയി. ഓക്കെ. ടോം സേ ഹാൻഡ്സ് അപ്പ്. ഗുഡ്. ഹാൻഡ്സ് ഡൗൺ. കള്ളത്തരം പറയണ്ട. ടോം സേ ഹാൻഡ്സ് ഡൗൺ. ടോം സേ സിറ്റ് ഡൗൺ. ടോം സേ സ്റ്റാൻഡപ്പ്. ഓക്കെ, ഗുഡ്. ഹാൻഡ്സ് അപ്പ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ടോം സേ സിറ്റ് ഡൗൺ. ടോം സേ സ്റ്റാൻഡപ്പ്. ടോം സേ ക്ലാപ്പ്. ഓക്കെ, ഗുഡ്. വീണ്ടും അഗൈൻ ക്ലാപ്പ്. ഓരോ സ്റ്റെപ്പിലും 2-3 ആളെങ്കിലും കിട്ടും. ഓക്കെ, ടോം സേ സിറ്റ് ഡൗൺ. ടോം സേ സ്റ്റാൻഡപ്പ്. ടോം സേ ഹാൻഡ്സ് അപ്പ്. ഡൗൺ. പോയാലിരുന്ന കള്ളത്തരം വരണ്ട. ഓക്കെ, ടോം സേ ഹാൻഡ്സ് ഡൗൺ. സിറ്റ് ഡൗൺ. എ ഗ്രൂപ്പും ബി ഗ്രൂപ്പുമാണ്. നോക്കണം അവസാനം മോശമാവരുതേ. ഏത് ഗ്രൂപ്പിലാണ് ഫൈനലിൽ വിജയിക്കാൻ നോക്കാം. ഓക്കെ, ടോം സേ സിറ്റ് ഡൗൺ. ടോം സേ സ്റ്റാൻഡപ്പ്. ടോം സേ ഹാൻഡ്സ് അപ്പ്. കൈയടിച്ചൊലക്കായിരുന്നു. ഓക്കെ, ഗുഡ്. 3 പേര് അവിടെ ഉള്ളത്. ബി ഗ്രൂപ്പ് ഉഷാറുള്ള. ടോം സേ ഹാൻഡ്സ് ഡൗൺ. സിറ്റ് ഡൗൺ. ഒരാളിരുന്നില്ല. ടോം സേ സിറ്റ് ഡൗൺ. ടോം സേ സ്റ്റാൻഡപ്പ്. ടോം സേ ക്ലാപ്പ്. അഗൈൻ ക്ലാപ്പ്. ഓക്കെ, ടോം സേ സിറ്റ് ഡൗൺ. ഓക്കെ. ഇനി എത്ര പേരുണ്ട്? ഒന്ന് പ്ലീസ് സ്റ്റാൻഡപ്പ്. എ ഗ്രൂപ്പിൽ നിൽക്കാം. പ്ലീസ് സ്റ്റാൻഡപ്പ്. എ ഗ്രൂപ്പിൽ ആരൊക്കെ ഉള്ളത്? നിൽക്കും. പ്ലീസ് സ്റ്റാൻഡപ്പ്. ബി ഗ്രൂപ്പിൽ ആരൊക്കെ ഉള്ളത്? പ്ലീസ് സ്റ്റാൻഡപ്പ്. ബി ഗ്രൂപ്പിൽ ആരില്ലേ? ഔട്ടായി. ഇരുന്നു ആരെയും നിൽക്കാൻ പറഞ്ഞേ. ഓക്കെ, ടോം സേ സ്റ്റാൻഡപ്പ്. ടോം സേ സിറ്റ് ഡൗൺ. ടോം സേ സ്റ്റാൻഡപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഇവര് വിജയിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്ലീസ് കം. ഓടി. പ്ലീസ് കം. സ്റ്റോപ്പ്. ഗെയിം കഴിഞ്ഞു. സ്റ്റോപ്പ്. പ്ലീസ് കം. മിടുക്കന്മാരാണല്ലോ. വളരെ ഉഷാറാണ്. ഓക്കെ. ഇവരെ അഭിനന്ദിക്കാൻ പോണേ. ഇവർക്ക് സമ്മാനം കൊടുക്കാൻ പോണേ. ഓക്കെ, ഗുഡ്. വെരി പെട്ടെന്ന്. പ്ലീസ് കം. ഇങ്ങോട്ടൊന്നോളൂ. ഒന്ന് പരിചയപ്പെടാം. വളരെ നല്ല അറ്റൻഷനുള്ള ഈ ഗെയിമിൽ വിജയിച്ച വളരെ പ്രഗത്ഭരായ പ്രതിഭകളായ മിടുമിടുക്കന്മാരാണ്. പെട്ടെന്ന്. സുഹൈൽ കണ്ണൂർ, അഡ്യാർ കണ്ണൂർ. എന്റെ പേര് രാജിക് കൊൽത്തമ്മ. ನನ್ನ പേര് ജമീർ നന്ദാവർ. ನನ್ನ പേര് സവാദ്. ನಾನು ಗೂಡ್ನಬಲಿ ರಾಯ ಸೆಂಟ್ ಅಲೋಸಿಯಸ್ ಕಾಲೇಜ್ ಬರ್ಚಂದ್ರು. I'm Muhammad Mansoor, coming from Karaja and studying in PA College. PA College from?
ഗുഡ്, താങ്ക് യു. ഇവര് വിജയികളാണ്. ഇവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇവർക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. അത് വീർപ്പിച്ചോ. അത് വീർപ്പിച്ചിട്ട് കൊട്ടി. ഓക്കെ, ഗുഡ്. ഈ ഫാൻ ഒന്ന് ബാക്കിലേക്ക് വെക്കാം. ഈ ഫാൻ ഒന്ന് ബാക്കിലേക്ക് വെക്കാം. ചെറിയ ഇത്തിരി ബാക്കിലേക്ക് വെച്ചു. പേരാണ് നമ്മൾ വിജയി. ഇനി ഇതിൽ നിന്ന് അവസാനത്തെ വിജയികളെ നമുക്ക് കണ്ടെത്തണം. ഇവർ 5 പേര് ഇപ്പൊ വിജയിച്ചിട്ടുണ്ട്. ഒരു സമ്മാനം കൂടി തരാം. ഓക്കെ, ഇതാണ് നിങ്ങളെ ബൗണ്ടറി. ആ ഫാൻ അങ്ങോട്ട് പോകാൻ പാടില്ല കേട്ടാ. ഈ പന്തലിന്റെ കാല് ഇതൊക്കെ ശ്രദ്ധിക്കണേ. ഇങ്ങോട്ട് വരാൻ പാടില്ല കേട്ടാ. ഇതുവരെ ഞാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഗെയിം തുടങ്ങും. അവസാനം ആരുടെ കയ്യിലാണോ ബലൂൺ അവശേഷിക്കുന്നത് അവരാണ് വിജയിക്കുക. ഞാൻ പറഞ്ഞ കൃത്യമായി മനസ്സിലാക്കണേ. അവസാനം ആരുടെ കയ്യിലാണോ ബലൂൺ അവശേഷിക്കുന്നത് അവരാണ് വിജയിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാലോ? അറിയാലോ? അറിയില്ല. അവസാനം ആരുടെ കയ്യിലാണോ ബലൂൺ അവശേഷിക്കുന്നത് അവരാണ് വിജയിക്കുക. മനസ്സിലായോ? 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 നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ബലൂണുണ്ട്, ആ ഒരു പിന്നുണ്ട്, ഇലാസ്റ്റിക്കുണ്ട്. അത് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് എന്തും ചെയ്യാം. നിങ്ങൾക്ക് വിട്ടൊന്നും നിങ്ങളുടെ ചോയ്സാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് അവസാനം ആരുടെ കയ്യിലാണോ ബലൂൺ അവശേഷിക്കുന്നത് അവരായിരിക്കും വിജയിക്കാം. റെഡി? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലായി? മനസ്സിലായോ? എന്താ പേര് പറഞ്ഞേ? ജമീൽ. മനസ്സിലായോ? റെഡിയാണല്ലോ? അത് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇവിടെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. ഞാൻ വേണ്ട അങ്ങോട്ട് വരരുത്. അവിടെ ഫാൻ അങ്ങോട്ടും പോകരുത്. അവിടെ അതാണ് ബൗണ്ടറി കേട്ടാ. അവിടെ ബോക്സ് നോക്കണേ. ഇവിടെ മാത്രം നിൽക്കാം കേട്ടാ. ഓക്കെ, കുറച്ച് സമയമുള്ളൂ. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങാം. എന്തും തുടങ്ങാം. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ അവസാനിപ്പിക്കണം. ഓക്കെ, റെഡി? സ്റ്റാർട്ട്. എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? ഇങ്ങനത്തെ നോക്കി നിൽക്കുന്നേ? അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് ഇവിടെ ഔട്ടോ ഔട്ടോ എങ്ങനെയാണ്? ഇങ്ങോട്ട് എങ്ങനെ? അവിടെ നിൽക്കാൻ പാടില്ല. ഇവിടെ ആ ബൗണ്ടറി വിടാൻ പാടില്ല. ബൗണ്ടറി വിടാൻ പാടില്ല. ഒരു 30 സെക്കൻഡ് ബാക്കിയുണ്ട്. ഇങ്ങോട്ട് അവിടെ ബൗണ്ടറി അവിടെ ഇതാണ്. ഓക്കെ ഓക്കെ, യെസ്, ലാസ്റ്റ് ആണ്. 20 സെക്കൻഡ് ബാക്കിയുണ്ട്. 10 സെക്കൻഡ് ബാക്കിയുണ്ട്. 5 സെക്കൻഡ് ബാക്കിയുണ്ട്. സ്റ്റോപ്പ്. യെസ്, ഓക്കെ, ഗുഡ്, കൺഗ്രാജുലേഷൻ. പോലെ ഒന്നും. യെസ്. ആരെ വിട്ടിച്ചേ? എന്നാലും ദേഷ്യം തീർത്താണല്ലേ? യെസ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ എന്താ പറഞ്ഞവരോട്? ആരുടെ കയ്യിലാണോ ബലൂൺ അവശേഷിക്കുന്നത് അവരാണ് വിജയിക്കുക. ആരാ വിജയിച്ചത്? എന്താ പേര്? സവാദ്. സവാദാണ് സാങ്കേതികമായി വിജയിച്ചത് അല്ലെ? പക്ഷേ സവാദ് വിജയിച്ചിട്ടുണ്ടോ? വിജയിച്ചിട്ടുണ്ടോ? എന്താ സംഭവം? എങ്ങനെയാ സവാദ് വിജയിച്ചത്? മറ്റുള്ളവരെ തോപ്പിച്ചിട്ട്, മറ്റുള്ളവരെ പൊട്ടിച്ചിട്ടാണ് അല്ലെ? സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ജയിക്കാമായിരുന്നു. ഞാൻ തന്ന സമയത്തിനുള്ളിൽ എല്ലാവർക്കും ജയിക്കാമായിരുന്നു. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിൽ എത്തിയാൽ മതി അല്ലേ? നമ്മൾ ആരും
പൊട്ടിക്കണ്ടെന്ന് അണ്ടർസ്റ്റാൻഡിൽ എത്തിയാൽ മതിയായിരുന്നു, എല്ലാവർക്കും വിജയിക്കാമായിരുന്നു. നമ്മളെ സംഭവം അങ്ങനെയാണ്. മറ്റുള്ളവരെ പരാജയപ്പെടുത്തിയിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റൂ എന്ന തെറ്റായ ധാരണയാണ് നമ്മെ നയിക്കുന്നത്. അങ്ങനെയുള്ളവൻ യഥാർത്ഥ ലീഡറല്ല, മറ്റുള്ളവരെ നശിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാനും ജയിക്കണം, മറ്റുള്ളവരും ജയിക്കണം എന്ന രൂപത്തിലേക്ക് വരണം. പക്ഷേ സാങ്കേതികമായി സവാൽ ജയിച്ചിരിക്കുന്നു, കൺഗ്രാജുലേഷൻ. അങ്ങനെയല്ല ജയിക്കേണ്ടത്. കൂടെയുള്ളവരെ കൂടി ഒപ്പം കൂട്ടിയിട്ട് ഒരുമിച്ച് വളർന്ന രൂപത്തിലേക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏതുപോലെ ഫസ്റ്റ് പറഞ്ഞ മരം ചക്ക, പ്ലാവ് പോലെ മൊത്തം കൂടെയുള്ളവരെ കൂടി വളർത്തിക്കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു രൂപത്തിലേക്ക് മാറണം. ഞാനൊരു ബലൂൺ കൊടുത്തു, കൂടെ ഒരു പിന്നും കൊടുത്തു. അപ്പൊ എന്തായാലും മനസ്സിലാക്കി ഇത് എന്തിനുള്ളതാണ്? പൊട്ടിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി. അവിടെയാണ് പറ്റിയത്. നമ്മൾക്ക് സംഭവിക്കുന്ന അവിടെയാണ്. അതുകൊണ്ട് സ്വന്തം വിജയിക്കാൻ മറ്റുള്ളവരെ ചവിട്ടിത്തേക്കേണ്ടതില്ല. കൂടെയുള്ളവരെ കൂടി ഒപ്പം കൂട്ടിയിട്ട് മുന്നേറുന്നവനാണ് വിജയിക്കുന്നവൻ. അവനാണ് യഥാർത്ഥ ലീഡർ. അങ്ങനെയുള്ള ലീഡർമാരെ അള്ളാഹു നമ്മളെ മാറ്റുമാറാവട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. നമ്മൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പരസ്പരം ഒന്ന് ഫേസ് ടു ഫേസ് നിൽക്കുക, ഒന്ന് മുസാഫത്ത് ചെയ്യുക, ഒന്ന് പുഞ്ചിരിക്കുക. ഓക്കെ, ഓക്കെ, ഒന്ന് കൈ പിടിച്ചോളൂ, മുസാഫത്ത് ചെയ്യുന്നോളൂ, അങ്ങനെ തന്നെ നിന്നോളൂ, ഫേസ് ടു ഫേസ്. ഇങ്ങനെ കൈ പിടിച്ചോളൂ, കൈ പിടിച്ചല്ലോ. റെഡിയാണോ? ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും അബദ്ധം പറ്റുവേ. റെഡിയാണോ? ആരും റെഡി? രണ്ടുപേരുള്ള ഒരു ടീമാണല്ലോ. അതിൽ ഒരാള് 1 എന്നെണ്ണ, മറ്റേ 2 എന്നെണ്ണ. 1 2 1 2. റെഡിയാണോ? 1 2. You are alone? Why? Please punch another your... Okay. Go and find your mentor, your pair. Find your pair. Okay, good. Ready ആണല്ലോ? 1 എന്നെ ആളുകളൊക്കെ കൈപോക്ക്. 1. Ready ആണല്ലോ? Are you ready? 1. Okay. ഇനി 1 എന്നെ ആളുകൾ കൈ മുറുക്കി പിടിക്കാം. ഈ ഇങ്ങനെ പിടിക്കുന്ന എന്തിന്റെ ലക്ഷണമാണ്? വിജയം, ശക്തിയുടെ ലക്ഷ്യമാണ് അല്ലേ? ശക്തിയാണ്, വിജയമാണ്, കൂട്ടായ്മയാണ്, ടീം വർക്കാണ്. റെഡിയാണല്ലോ? വലത് കൈ പിടിച്ചോളൂ, വലത് കൈ വിട്ടോളൂ. റെഡി? യെസ്. ഇനി ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഒരു 1 മണിക്കൂറിൽ 1.5 മണിക്കൂറോളം ഒരു ക്ലാസ് കേട്ടു. പവർ കിട്ടിയോ? യെസ്. ഇനി നിങ്ങളെ കൂട്ടത്തിൽ 2 പേരിൽ ആർക്കാണ് ശക്തി എന്ന് പരീക്ഷിക്കാൻ പോവാണ്. റെഡിയാണല്ലോ? മനസ്സിലാവുന്നുണ്ടോ? ഇത്ര ചെയ്യേണ്ടത്. 1-ാം നമ്പറുകാരൻ നമ്പർ 1 മുറുകെ പിടിച്ചിരിക്കുന്നു കൈ. ഇനി ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ 2-ാം നമ്പറുകാരൻ എന്ത് ചെയ്യുന്നറിയോ? ആ പിടിച്ച കൈവിരലുണ്ടല്ലോ, അത് വിടർത്താൻ നോക്കാം. റെഡിയാണല്ലോ? അപ്പൊ ആർക്കാണ് ശക്തി എന്നറിയാലോ? ഓക്കെ. സ്റ്റാർട്ട് എന്ന് തുടങ്ങാം, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അലമ്പാക്കരുത്. ചെറിയ കുട്ടികളായതുകൊണ്ട് പൊക്കി പിടിക്കരുത്. എന്നിട്ട് കൊടുക്കണം. നേരെ കാണിച്ചു കൊടുക്കണം. റെഡിയാണല്ലോ? കൈ തുറന്നാൽ ആർക്കാണ് ശക്തി, തുറന്നില്ലെങ്കിൽ ആർക്കാണ് ശക്തി അറിയാലോ? നമ്പർ 1 ആണോ 2 ആണോ പവർഫുൾ നോക്കാൻ പോവാണ്. റെഡിയാണല്ലോ? ആരും റെഡി? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അബദ്ധം പറ്റരുത്. ഓക്കെ, റെഡി? 1 2. കുറഞ്ഞ സമയമുള്ള 3 സ്റ്റാർട്ട്. ഓക്കെ. തുറക്കട്ടെ. സ്റ്റോപ്പ്. സിറ്റ് ഡൗൺ. ഇരുന്നോളൂ. ഓക്കെ, ബി സൈലന്റ്. ആർക്കെങ്കിലും തുറന്നിട്ടേ കൈ പോക്ക് കിട്ടി. ഓക്കെ, താഴ്ത്തുകളും. എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് കൈ മുറുക്കി പിടിക്കാൻ മാത്രമാണ് അല്ലേ? പക്ഷേ വിട്ടുകൊടുക്കേണ്ടെന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചാണ്. ഇതിന്റെ പേരാണ് മർക്കടമുഷ്ടി, ഇതിന്റെ പേരാണ് കടുംപിടുത്തം. നമ്മൾ എപ്പോഴും എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുറുക്കി പിടിക്കാൻ മാത്രമാണ്. നിങ്ങളുടെ കൂടെയുള്ളവനെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ല ലീഡറാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഒന്ന് വിട്ടുകൊടുക്കലായിരുന്നു അല്ലെ? വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല. നിങ്ങൾ കടുംപിടുത്തം, നിങ്ങളുടെ വാശിമലും പിടിച്ചു നിന്നു. അങ്ങനെ വാശിയും കടുംപിടുത്തമുള്ളവന് എന്ത് പറ്റില്ല? നല്ല ലീഡറാവാൻ പറ്റില്ല. ഇനി വേണ്ട. ഇതാണ് നമ്മുടെ കുഴപ്പം. ഇതന്നെ നമ്മുടെ കുഴപ്പം. ഇനി വേണ്ട. അപ്പൊ 1-ാം നമ്പറുകാരൻ 2-ാം നമ്പറുകാരൻ ഇങ്ങനെ ഞെളിയുണ്ട്. എന്നാൽ 2-ാം നമ്പറുകാരന് ചോദിക്കാമായിരുന്നു, എന്ത്? വിൽ യു പ്ലീസ്? നമ്മൾ തമ്മിൽ വേണോ കുഴപ്പം?
നമ്മൾ തമ്മിൽ വേണ കടുംപിടുത്തം? ഒന്ന് തുറന്നു തന്നൂടെ എന്ന് ചോദിക്കാനുള്ള വിനയം കാണിക്കാമായിരുന്നു. അതുകൊണ്ട് വിനയം കാണിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക. മൻ തവാള റഫഅല്ലാഹു എന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. വിനയം കാണിക്കുന്ന അല്ലാഹുവിനെ ഉയർത്തുള്ളൂ. അതുകൊണ്ട് ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് വിനയം. വിനയം കാണിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, കടുംപിടുത്തം ഒഴിവാക്കുക. ഞാൻ ശ്രദ്ധിച്ചു, ചില ആൾക്കാരൊക്കെ തുറന്നു കിട്ടാൻ വേണ്ടി മാന്തി മുറിയാക്കി ആകെ കുഴപ്പാക്കി ചൊറിഞ്ഞു നിൽക്കുകയാണ്. ഈ ചൊറിച്ചിലാണ്, ഈ മാന്തലാണ് സമൂഹത്തിലും സമുദായത്തിലും നമ്മുടെ സംഘടനകളൊക്കെ നടക്കുന്നത്. അത് ഒഴിവാക്കിയിട്ട് വിട്ടുവീഴ്ച ചെയ്യുക, വിനയം കാണിക്കുക, നല്ല ലീഡറാവുക, നല്ല എസ്കേസുകാരനാവുക, നല്ല സമസ്തക്കാരനാവുക. പണ്ഡിതന്മാരുടെ മുന്നിൽ ആത്മാർത്ഥമായി ഇതിനു വേണ്ടിയുള്ള സേവനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക. തന്റെ കൂടെയുള്ളവരെ ഒപ്പം വിജയിപ്പിക്കാൻ വേണ്ടി, ഒപ്പം വളർത്താൻ വേണ്ടി, ഒപ്പം കരുത്തുള്ളതാക്കി മാറ്റാൻ വേണ്ടി നല്ല ലീഡറാവുക. അള്ളാഹു നല്ല ലീഡർ ആയി നമ്മളെ മാറ്റുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു വിജയം നൽകുമാറാവട്ടെ, ഇഖ്ലാസ് നൽകുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.